വീണ്ടും വരുന്നതിനായി സ്നേഹത്തെ വന്ദനത്തെ അറിയിക്കുന്നു. അല്പമായിട്ട് സൗണ്ടിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എങ്കിലും സൗണ്ട് ക്ലിയർ ആണോ? സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മെ ശക്തീകരിക്കട്ടെ. പ്രത്യേകിച്ച് 2026 2 മാസം 1 തീയതി ഒരു സൺഡേ ദിവസമായി കടന്നു വരുവാൻ നമുക്ക് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ദൂതുകളും ആലോചനകളും പരിശുദ്ധാത്മാവിന്റെ രാത്രി നമുക്ക് നൽകുവാൻ തക്കവണ്ണം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാരംഭത്തിൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന സപ്പോർട്ട് കേൾക്കുകയാണ്. ഞാൻ പ്രിയദാസിയോട് മെസ്സേജ് ഇട്ടു. ചർച്ചിൽ പോയിട്ട് വന്നു. പക്ഷേ നല്ല പനിയും നല്ല തലവേദന, ശബ്ദം ഒട്ടും എടുക്കുന്നില്ല. ഹല്ലേലൂയ. ആമേനെങ്കിലും ഹല്ലേലൂയ. മീറ്റിംഗ് സമയമായപ്പോ ദൈവത്തെ ശബ്ദം തുറന്നു. അദ്ദേഹത്തുള്ള തലവേദന പനിയൊക്കെ അങ്ങ് മാറി. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സർവശക്തനായ ദൈവം സഹായിച്ചല്ലോ. ഒരിക്കൽ കൂടെ ഈ ഗ്രൂപ്പിൽ എന്നെ വെൽക്കം ചെയ്ത പ്രിയദാസിയോടും ഗ്രൂപ്പിനോടുള്ള കുടുംബത്തോടുള്ള സ്നേഹത്തെ വന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ കഴിവല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ മിടുക്കല്ല, എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ. ഈ 2026 2 മാസത്തിലേക്ക് പ്രവേശിച്ചതും ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ. എത്രയോ പേർ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയ സ്ഥാനത്ത് ആക്കിയിരിക്കുന്ന ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഉയർത്തുവാനും എന്റെ ദൈവമാണ്, എന്റെ സ്വർഗീയ പിതാവാണ്, എന്റെ അപ്പൻ എന്ന് ഒരിക്കൽ കൂടെ ആമേൻ നമുക്ക് ഉറക്കെ പറയുവാൻ, ഒരിക്കൽ കൂടെ നന്ദി പറയുവാൻ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കിയതിനായി നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ആമേൻ. ഹല്ലേലൂയ. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് രാത്രിയുള്ള വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ ആഴമായിട്ടൊരു ദൈവിക സ്പർശനം ഉണ്ടാകാൻ തക്കവണ്ണം ഈ പുതിയ മാസത്തിൽ നമ്മൾ ഏതൊക്കെ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മൾ ഏതൊക്കെ തരണം ചെയ്ത് പ്രത്യാശയുടെ നാട്ടിൽ എത്തുന്നവരെ ഈ ഭൂമി നമ്മൾ കടന്നു പോകുന്ന മണ്ഡലങ്ങളിൽ എങ്ങനെ ജയിക്കണമെന്നുള്ള ദൈവിക ഉപദേശവും ദൈവിക ആലോചന ഇന്ന് രാത്രി എന്നോട് പറയണമേ എന്ന് ദൈവകരങ്ങൾ ഏൽപ്പിച്ച് നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ വചന ശുശ്രൂഷ ഏൽപ്പിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും കണ്ണുകളടച്ചാട്ടെ. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അന്യഭാഷ ലഭിച്ചവർ ആമേൻ, അന്യഭാഷയിൽ 1 നിമിഷം 1 മിനിറ്റ് എല്ലാവരും വായികളെ തുറന്ന ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അടനാരകൾ കടമന ചുടവല പോലെ ഭവിഷ്യ. പ്രത്യേകിച്ച് നിങ്ങൾ ആയിരിക്കുന്ന ദേശത്തിൽ, ആയിരിക്കുന്ന ഭവന റൂമിൽ വ്യാപരിച്ചു നിൽക്കുന്ന എന്തെങ്കിലും ദേശാന്തര പോരുണ്ടെങ്കിൽ പറ, യേശുവിന്റെ നാമത്തിൽ ഞാനത് ബ്രേക്ക് ചെയ്യുകയാണ്. ഞാൻ അനുഭവിക്കേണ്ട ദൈവ സാന്നിധ്യം ഞാൻ ഇരിക്കുന്ന കൂടാരത്തിന്റെ ഭവനത്തിന്റെ റൂമിനകത്ത് ഇറങ്ങി വരാൻ തടസ്സമായിട്ട് ആത്മീയ മണ്ഡലത്തിൽ വ്യാപരിച്ചിരിക്കുന്ന ഏതെങ്കിലും ദുരാത്മാവിന്റെ മണ്ഡലമുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ വെട്ടിക്കളയുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും അന്യഭാഷയെ പ്രാർത്ഥിച്ചാട്ടെ. പുതിയ പുതിയ ഭാഷകൾ ഇന്ന് രാത്രി ലഭിക്കട്ടെ. സ്ഥിരം പറയുന്ന അന്യഭാഷയല്ല. ഇന്ന് പറ, കർത്താവേ, ഈ 2 മാസത്തിലേക്ക് പ്രവേശിച്ച എനിക്ക് പുതിയ അന്യഭാഷ കൂടെ തരണം, പുതിയ വാക്ക് എനിക്ക് തരണം. ഹല്ലേലൂയ. മുട്ടോളം അല്ല കർത്താവേ, അരയോളം അല്ല, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു ആത്മാവിന്റെ നദി ഇന്ന് രാത്രി വരെ കർത്താവേ, ഞാൻ അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ പുതിയ പുതിയ ഭാഷകൾ എനിക്ക് തരണം. അതുമാത്രമല്ല, ഞാൻ അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ രാജ്യങ്ങളുടെ പേരെനിക്ക് വെളിപ്പെടണം. ഞാൻ അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദേശത്തിൽ മേലുള്ള
കുടിയിരിപ്പുകൾ വെളിപ്പെടണം. ഞാൻ അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ ആത്മഹത്തിന് ഒരുങ്ങിയിരിക്കുന്നവരുടെ പേരെനിക്ക് വെളിപ്പെടണം. ഞാൻ അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ മറഞ്ഞിരിക്കുന്ന മണ്ഡലങ്ങൾ എനിക്ക് വെളിപ്പെടണം. ഞാൻ അന്യഭാഷയെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ തലമുറകളെ ചതിക്കാനിരിക്കുന്ന മേഖലകൾ എനിക്ക് വെളിപ്പെടണം. ഞാൻ ഹാലലൂയ അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ എടുത്തു പ്രാർത്ഥിക്കാനുള്ളവരുടെ പേരുകൾ പരിശുദ്ധാത്മാവേ അന്യഭാഷയിലൂടെ എന്നോട് സംസാരിക്കണം. ഞാൻ അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ താമസിക്കുന്ന ജില്ലയിലെ ഡിസ്ട്രിക്റ്റിനകത്തുള്ളവരുടെ പേരുകൾ പരിശുദ്ധാത്മാ എനിക്ക് വെളിപ്പെടുത്തണം. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു പുതിയ ആഗ്രഹത്തോടെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് പുതിയ വാക്കുകൾ എനിക്ക് വേണം. എത്ര പേർ കൊതിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുന്നവരാണ്. അതേ പ്രിയപ്പെട്ടവർ, ഒരു പുതിയ കൃപ എനിക്ക് വേണം. പ്രവചിക്കുന്നവരാണോ? കർത്താവേ ആമേ പ്രവചന ദൂതകൾ എനിക്ക് വർദ്ധിക്കട്ടെ. ആമേ വെളിപ്പാടുകൾ കാണുന്നവരാണോ? ഇന്ന് രാത്രി വരെ പുതിയ പുതിയ വെളിപ്പാട് എനിക്ക് നൽകണം. പ്രാർത്ഥിക്കുന്നവരാണോ? ഇന്ന് രാത്രി വരെ പുതിയ പ്രാർത്ഥനയുടെ യുദ്ധത്തിന്റെ തലത്ത് കയറി ആത്മമണ്ഡലങ്ങളെ വെട്ടി പ്രാർത്ഥിപ്പാനുള്ള കൃപ എനിക്ക് വേണം. ഹാലലിയ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാക്കുന്ന കൃപാവരം ഹാലലിയ പ്രകാശിപ്പിക്കുന്നവരാണോ? ഇന്ന് രാത്രി പറ ആ കൃപാവരങ്ങൾ എന്നെ ജ്വലിക്കണം കർത്താവേ. ഞാൻ ഒരു വാക്ക് പറയുമ്പോ നിന്റെ വാക്ക് കേട്ട് സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടുന്ന അങ്ങനെ ഒരു അനോയിന്റിങ് ആണോ നിന്നിലുള്ളത്? നീ പറ എനിക്ക് അതിലൊരു വർധനവ് വേണം കർത്താവേ. പ്രാർത്ഥിച്ചാട്ടെ പ്രാർത്ഥിച്ചാട്ടെ പ്രാർത്ഥിച്ചാട്ടെ. ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. അടനാരകൽ കടമന ചുടവലവല വൗഷ്യ ലീഗ മനാരഗോരകസ്തരാതുന. വൈകളെ തുറന്ന് പ്രാർത്ഥിക്കുക. വൈകളെ തുറന്ന് അന്യഭാഷയെ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, പുതിയത് വേണം കേട്ടോ. ഈ കാലഘട്ടങ്ങൾ നിൽക്കുവാൻ പുതിയത് വേണം. ഹാലലൂയ. ഓ റകമന രഗൽ കടഗസ്യ ഹന്തരേഗ മനാരഗച്ഛസ്യാല ദുനാനി അടഗൽ കടഗസ്യാല ദുനാനിയ അടഗൽ കടമന ചുടവലവല വൗഷ്യാരവ ലീഗ മനാരഗോരഗസ്താരഗച്ഛസ്യ ദൈവാത്മ പറയുന്നു, കോട്ടയം എന്ന സ്ഥലത്തിനു വേണ്ടി ശക്തമായിട്ട് ഗ്രൂപ്പ് പ്രാർത്ഥിക്കണമെന്ന്. അടനം ചുടമനാരകം ശബ്ദനം ലേമനാരകസ്ഥരം ധുനാരകശസി. അവിടെ മറഞ്ഞിരിക്കുന്ന ചില കുടിയിരുപ്പുകൾ, മറഞ്ഞിരുന്ന ദൈവത്തിന്റെ മക്കൾക്ക് വിരോധമായി ആഭിചാരങ്ങൾ ചെയ്തു വിടുന്ന ചില മണ്ഡലങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഒരുമിച്ച് പ്രാർത്ഥിച്ച ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് കോട്ടയത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾക്ക് വിരോധമായിട്ട് മറഞ്ഞിരിക്കുന്ന ആ വിചാര ക്രിയകൾ ഞങ്ങൾ ഇന്ന് രാത്രി പ്രേ ഗ്രൂപ്പിൽ ഒരുമിച്ച് അതിനെ ബ്രേക്ക് ചെയ്യുകയാണ്. ഓ ഹല്ലേലൂയ. ദൈവാത്മാവ് ഒരു പേര്, ഒരു സ്ഥലത്തിന്റെ പേര് മണർക്കാട് എന്ന് പറഞ്ഞ സ്ഥലം. ഹല്ലേലൂയ. ദൈവാത്മാവ് കാണിക്കുന്ന ഒരു പുണ്യ സ്ഥലമാണെന്ന്, അനേകർ കയറിയിറങ്ങി മെഴുകുതിരികൾ കത്തിക്കുന്ന ഒരു സ്ഥലമാണെന്ന്. എന്നാൽ ഇന്ന് രാത്രി ചെറിയ ഗ്രൂപ്പ് പ്രാർത്ഥിച്ച ദൈവമേ ആമേൻ, അനേകരുടെ കണ്ണുകൾ തുറക്കട്ടെ. അങ്ങനെയുള്ള പുണ്യ സ്ഥലങ്ങളിൽ മെഴുകുതിരികൾ കത്തിച്ച് വിഗ്രഹങ്ങളെ സേവിക്കുന്നത് പോലെ ആമേൻ ഉണ്ണിയേശു എന്ന് പറഞ്ഞ് സേവിക്കുന്ന, കന്യാമറിയത്തെ സേവിക്കുന്ന അങ്ങനെയുള്ള ദേശങ്ങളുമേൽ പുണ്യ സ്ഥലമാക്കി കണ്ടുകൊണ്ട് കർത്താവെ കയറിയിറങ്ങ ഇടത്ത് ഒരു ദൈവീക ചലനമുണ്ടാകുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് ജാസ്മിൻ എന്നൊരു പേര് ദൈവാത്മ വെളിപ്പെടുത്തുന്നു. ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ആണെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ റിലേറ്റഡോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പേരറിയാമെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചോ. അടനം ചുടമനാരകം ശാന്തനെ ലേമനാസ്യാല റോഘോഷ്യാരബേ ലാനസേനിയ തുനാരഗച്ഛസ്യ റോഘോഷ്യാലബേരിയച്ഛസി. അരുണെന്നൊരു പേര് ദൈവാത്മ വെളിപ്പെടുത്തുന്നു. ഈ ഗ്രൂപ്പിലോ നിങ്ങൾക്കറിയാവുന്നവളൊരു അറിഞ്ഞുകൂടാത്ത ആകട്ടെ, ഒരുപക്ഷെ നമ്മൾ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു കഴിയുമ്പോ അങ്ങനെയുള്ള പേരുള്ളവർ നിങ്ങളുമായി കോണ്ടാക്ട് ചെയ്യും. ഹല്ലേലൂയ. ഘോരമ ശാന്തനെ നിയാസ്മന ലീഗമനാരഘോരക സ്ഥാരികച്ഛസ്യ ലീന എന്ന് പറയുന്ന ഒരു പേര് ദൈവാത്മ വെളിപ്പെടുത്തുന്നു. ഈ ഗ്രൂപ്പിലുണ്ടോ? നിങ്ങൾക്കറിയാവുന്നോ അല്ലെങ്കിൽ അറിഞ്ഞുകൂടാ പേരൊന്ന് പ്രാർത്ഥിച്ച്. ഒരുപക്ഷെ നമ്മൾ ഈ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും മാനസികമായി തകർക്കപ്പെട്ടോ രോഗങ്ങളിലോ ഏതെങ്കിലും സ്തോത്രം യൗവനക്കാരി പെൺകുട്ടികളാണോ ആത്മഹത്യന് ചിന്തിക്കുകയാണോ അറിയത്തില്ല. ആത്മാ വെളിപ്പെടുത്തുമ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ച്
Leria Smanara Gachasia, Haturani Gadagam Shatenia, Legia Kuara Hastara, Danara Gachasia, Korama Shantane, Yasmana, Hada Hada Hadura Gastarada Rikamana, Adekartave in the Ratriangle in the Sunday Varium. In the Ratriala Vajana Sushe, Devagarangle Pikiana. ഒരു മനുഷ്യ ശബ്ദം നിന്റെ മക്കളോട് പറയാനില്ല. അടിയങ്ങളെ ശബ്ദം ഇത് തുറന്നത് അപ്പനാണ് ദൈവമേ. എങ്ങനെ ഞാൻ ശുശ്രൂഷിക്കുമെന്ന് ഭാരപ്പെട്ട സ്ഥാനത്ത് എന്റെ കർത്താവ് ശബ്ദത്തെ തുറന്നു തന്നതിനായി സ്തോത്രം. ഇത്രത്തോളം സൗഖ്യം നൽകിയനായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ അങ്ങ് ആഴമായി ഇടപെടണം. ശേഷിക്കുന്ന സമയം അങ്ങ് കൂടെ ഇരിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സന്തോഷത്തോടെയാണോ? ഹല്ലേലൂയ. സന്തോഷമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ സ്ഥലങ്ങളെ, വെളിപ്പെടുത്തിയ പേരുകളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം കേട്ടോ. ഒരിക്കലും അത് നിസ്സാരമല്ല. ഒരുപക്ഷെ മാസങ്ങൾ കഴിഞ്ഞായിരിക്കും നമുക്ക് ആ വ്യക്തിയെ പരിചയപ്പെടുവാനോ അങ്ങനെയുള്ള ആരെങ്കിലും രോഗത്താലോ മരണത്തിനോ വിധേയപ്പെടേണ്ട സ്ഥാനത്ത് ഒരൊറ്റ പ്രാർത്ഥനയായിരിക്കും അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം വെടിവെക്കുന്നത്. ആ സ്ഥലങ്ങളിൽ ഹല്ലേലൂയ. മണക്കാട് എന്നൊരു പുണ്യ സ്ഥലമാണ് ഞാൻ ദൈവാത്മാവ് കാണിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. അവിടെ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിന്റെ തീ പിടിക്കുവാൻ, അനേകരുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ കൺമുമ്പിൽ വരച്ചു കാട്ടിയിരിക്കുമ്പോ നിന്നെ ശുദ്രം ചെയ്ത് മയക്കിയതാ. ആമേൻ. ഇന്നും ജനങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയിരിക്കുന്ന പോലെ പുണ്യസ്ഥലങ്ങൾ കയറി ഇറങ്ങുന്നു. നമ്മുടെ പ്രാണപ്രിയൻ വരാൻ സമയമായി. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി സ്തോത്രം ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമക്കളെ, വചനത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ഇന്ന് രാത്രി രണ്ട് ഭാഗത്ത് നിന്നാണ് ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച രണ്ട് ഭാഗത്തു നിന്നാണ് ഇന്ന് രാത്രി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആ രണ്ട് ഭാഗത്തു നിന്നും രണ്ട് കാര്യങ്ങൾ വേദപുസ്തകത്തിന്റെ തെളിവോടുകൂടെ രണ്ട് കാര്യങ്ങൾ എന്റെ അനുഭവത്തിന്റെ തെളിവോടുകൂടെയാണ് ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത്. എത്ര സന്തോഷത്തോടെ ഇരിക്കണം. ആമേൻ. നിങ്ങളുടെ മുഖമൊക്കെ ഒന്ന് ചിരിക്കട്ടെ. എന്തിനാ ഇങ്ങനെ വീർപ്പിച്ച് തുറിച്ച് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്? വളരെ സന്തോഷമായി, ഹാപ്പിയായി സ്തോത്രത്തോട് ചിരിയോട് ഗ്രേസി എബ്രഹാം അടൂർ ആന്റി അങ്കിളും ആന്റിയൊക്കെ ചിരിച്ചു. ഹല്ലേലൂയ. സന്തോഷമായിരിക്കണം. ഹല്ലേലൂയ. ദൈവസ്ഥനെ ഇരിക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണം. മസിൽ പിടിച്ചോ എന്തോ യുദ്ധത്തിന് നിൽക്കുന്നത് പോലെ അത് നമ്മൾ പട്ടാളക്കാരുടെ ജോലിയാണ്. നമ്മൾ ദൈവസ്ഥനെ ഫ്രീ ആയിട്ട് മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആക്കി, മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കി കർത്താവ് നാളെ എന്തായിത്തീരും, എങ്ങനെ ആയിത്തീരും, എന്താണപ്പാ, എങ്ങോട്ട് പോകും, ഒന്നും ചിന്തിക്കണ്ട. നാളെ കുറിച്ച് വ്യാകുലപ്പെടുന്നത് എന്ത്? ഹല്ലേലൂയ. അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നല്ലേ കർത്താവ് പറഞ്ഞേ. ആകാശത്തിലെ പറവകളെ നോക്കുവൻ, അവ വിതയ്ക്കുന്നില്ല, അത് കൊയ്യുന്നില്ല, കളപ്പുര കൂട്ടി വെക്കുന്നതുമില്ല. ആമേൻ. ഹല്ലേലൂയ. അതിനൊരു ഭാരവും ഇല്ല. രാവിലെ ആകുമ്പോ അവന്റെ കൂട് വിട്ട് ഇറങ്ങും, എവിടെയെങ്കിലും അതിനു വേണ്ടിയുള്ള കരുതിയിരിക്കാമേ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട കേട്ടോ. സന്തോഷമായി, ഹാപ്പിയായി, മസിൽ പിടിച്ചൊന്നിരിക്കാതെ ഫ്രീ ആയിട്ടിരുന്ന് മനസ്സ് തുറന്ന് പരിശുദ്ധാത്മാവായിട്ടൊന്ന് കണക്ട് ചെയ്തിരിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായിട്ട് നമ്മൾ ഭൂമിയിലാണെങ്കിലും നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ് സ്വർഗവുമായി ഒന്ന് കണക്ട് ചെയ്യണം. ഹല്ലേലൂയ. സ്വർഗവുമായി ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ സ്വർഗീയമായ കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന, ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് നമുക്കറിയാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ട്രിവാൻഡ്രം എല്ലാം എനിക്കൊരു ആക്റ്റീവ് ഉണ്ട്. ആ വാഹനത്തിലാണ് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. 2 ആഴ്ചക്ക് മുന്നേ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഭയങ്കര ഒരു വിലക്ക. പരിശുദ്ധാത്മ നമ്മളെ വിലക്കും അല്ലേ? വിലക്കും. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു, ദൈവമേ ഈ ഒരു വാഹനം നിന്റെ വേലയ്ക്ക് എനിക്ക് തന്നു, ബസ് കയറാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടുകയായിരുന്നു. പരിശുദ്ധാത്മാവ് ഒരു ദിവസം ഒരു നിമിഷം ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, 2 ആഴ്ചത്തേക്ക് നീ വാഹനം എടുക്കരുത്, ഒതുക്കി വെക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട 2 ആഴ്ച കൊണ്ട് ഒതുക്കി വെച്ചിട്ട് ഇങ്ങനെ ബസ് കയറിയാണ് യാത്ര. അതിന്റെ ബുദ്ധിമുട്ടുണ്ട്, ക്ഷീണമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ദൈവം കരുതുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ വിലക്കിയാൽ, അപ്പോസ്തലന്മാരോട് പറഞ്ഞു ആസിയെ പോകരുത്. അപ്പോ വിലക്കുകയാണ്.
ഒരു രാജ്യത്തിൽ പോകാൻ വിസയും ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തിരിക്കുകയാണ് അല്ലേ. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് പോകരുത്. ആമേ. അതുപോലെ ദൈവാത്മാവ്, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ബസ് കയറി വളരെ ക്ഷീണം, കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ പോയിട്ട് വന്ന ശേഷമാണ് എനിക്ക് ബുദ്ധിമുട്ട്. ഞാൻ എൻ്റെ കർത്താവേ, ഇനി ഈ വാഹനത്തിന്റെ വിഷയത്തിൽ നീ വിലക്കരുത്, അത് വളരെ ബുദ്ധിമുട്ടാണ്. സ്തോത്രം, ഹല്ലേലൂയ. എങ്കിലും ദൈവത്തിന്റെ നിയോഗമാണ്. സ്തോത്രം. ഇന്ന് രാത്രി ദൈവാത്മാവ് സഹായിക്കട്ടെ. 2 തെളിവുകളോട്. ഒന്നാമത്തെ വചനം, ആമേ, 2 വിഷയങ്ങൾ. ഹല്ലേലൂയ. ആമേ, 2 തെളിവുകൾ വേദപുസ്തകത്തും 2 എന്റെ അനുഭവത്തിൽ നിന്നും ഇന്ന് രാത്രി ഞാൻ പങ്കുവെക്കുകയാണ്. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നിന്റെ അനുഭവത്തിന്റെ 2 തെളിവുകൾ നീ ഇന്ന് രാത്രി ഈ ഗ്രൂപ്പിൽ പറയണം. ആമേൻ എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത് കൊണ്ട് ആമേൻ കാലം ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയാണ്. എങ്കിലും നമുക്കൊരു 2 കാര്യം എന്ന് പറയുമ്പോൾ, ഒന്ന്, സ്തോത്രം, കരുണ തോന്നുന്ന അപ്പനാണ് നമ്മുടെ അപ്പൻ. ആമേൻ. എല്ലാവരും വാതുറന്ന് പറഞ്ഞേ, കരുണ തോന്നുന്ന അപ്പനാണ് നമ്മുടെ അപ്പൻ. ഏതപ്പൻ? സ്വർഗത്തിലെ അപ്പൻ നമ്മോട് എന്ത് തോന്നും? കരുണ തോന്നുന്ന അപ്പനാണ്. 2, ആമേൻ, സ്തോത്രം, നമ്മുടെ ആപത്തുകൾ നീക്കുന്ന അപ്പനാണ് നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ. ആമേൻ. 1, കരുണ തോന്നുന്ന അപ്പനാണ് നമ്മുടെ അപ്പൻ. 2, ആപത്തുകൾ നീക്കുന്നവനാണ് നമ്മുടെ അപ്പൻ. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. തിരുവചന അടിസ്ഥാനത്തിൽ 2 തെളിവും എന്റെ അനുഭവത്തിൽ നിന്നുള്ള 2 അനുഭവങ്ങളും ഇന്ന് രാത്രിയുള്ള വചന ശുശ്രൂഷയ്ക്ക് ഞാൻ പങ്കുവെക്കുകയാണ്. ആമേൻ. അതിന് ആധാരമായിട്ടൊരു വചനം നമുക്ക് വായിക്കാം. സങ്കീർത്തനത്തിന്റെ പുസ്തകം 103 സങ്കീർത്തനം, അതിന്റെ 13 വാക്യം. സങ്കീർത്തനം 103:13. എല്ലാവരും ആ ഭാഗം എടുത്ത്, എല്ലാവരും ആ വചനം ബൈബിൾ തുറന്ന് 103 സങ്കീർത്തനം 13 വാക്യം നിങ്ങൾ എല്ലാവരും എടുക്കണം. എന്നിട്ട് കഴിയുമെങ്കിൽ ആ വാക്യം ഒന്ന് അടയാളപ്പെടുത്തി. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് അടയാളപ്പെടുത്തി. ഹല്ലേലൂയ. അത് ഞാൻ വായിക്കാൻ പോവുകയാണ്. വായിക്കുമ്പോൾ നിങ്ങൾക്കും കൂടെ ആ വചനം നമുക്ക് ഒരുമിച്ച് വായിക്കാം. എല്ലാവരും എടുത്തു, ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ആ ബൈബിളിലോട്ട് നോക്കിയേ, ഒരുമിച്ച് വായിക്കാം. അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. എല്ലാവരും വായിച്ചു ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടെ നമുക്ക് വായിക്കാം. അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. ആമേൻ. ഇന്ന് രാത്രിയിൽ ഒന്നാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ അപ്പൻ കരുണ തോന്നുന്ന അപ്പനാണ്. ആമേൻ. ഇവിടെ പറയുന്ന അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. അപ്പൊ നമ്മുടെ സ്വർഗീയ പിതാവായ അപ്പന്റെ പ്രത്യേകത, ഈ ഭൂമിയിൽ ജന്മം കൊടുക്കുന്ന ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കുന്ന ഒരപ്പൻ, ജന്മം കൊടുക്കുന്ന അപ്പൻ തന്റെ തലമുറയോട് കരുണ തോന്നുന്നത് പോലെ, ഇനി എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം, കരുണ തോന്നുന്നത് പോലെ നമ്മുടെ എല്ലാവരുടെ ഉടയവനായ പിതാവായ ദൈവം, ആ സ്വർഗത്തിലപ്പൻ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും നൽകി നമ്മെ സൃഷ്ടിച്ച ഉയരത്തിലെ ആ ഉടയവനായ അപ്പൻ നമ്മോട് എന്ത് തോന്നുന്നു? കരുണ തോന്നുന്നു. അപ്പൊ ഈ ഭൂമിയിലെ ഒരപ്പൻ തന്റെ തലമുറയോട് കരുണ തോന്നുന്നത് പോലെ സ്വർഗത്തിലെ പിതാവായ അപ്പൻ ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവവചന അടിസ്ഥാന പ്രകാരം മുന്നോട്ട് പോകുന്ന ഒരു ദൈവ ഭക്തനോട് സ്വർഗത്തിലെ പിതാവായ ദൈവം എന്ത് തോന്നും? കരുണ തോന്നും. ഈ വചനം ഞാൻ എടുക്കാനുള്ള കാരണം, ഇതെന്റെ അനുഭവത്തിലെ വചനമാണ്. വചനം എന്ന് പറയുന്നത്, നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശമാണ്. ഈ വചനം വേദപുസ്തകത്തിൽ ഉണ്ടെന്ന് എനിക്ക് അറിയാം. പക്ഷേ
ഇതെന്നെ എന്റെ ഹൃദയത്തിനകത്ത് സ്പർശിച്ചതായ ഒരു തിരുവചനമാണ്. ഞാൻ അതാണ് പറഞ്ഞത്, രണ്ട് ഭാഗമാണ് ഇന്ന് രാത്രി ചിന്തിക്കുന്നത്. അതോടൊപ്പം രണ്ട് അനുഭവങ്ങൾ കൂടെ, വേദപുസ്തകത്തിൽ നിന്നുള്ള രണ്ടനുഭവം. ഇതേ വചനപ്രകാരം എന്റെ ജീവിതത്തിൽ ദൈവം, സ്വർഗത്തിൽ അപ്പൻ എന്നെ കടത്തി കൊണ്ടുപോയി പുറത്തെടുത്ത രണ്ടനുഭവങ്ങളാണ് ഇന്ന് രാത്രി ഞാൻ പങ്കുവയ്ക്കും. നിങ്ങളെല്ലാം ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ ഇരിക്കണം. ഉടമന ഹസ്തരാധനാരകസ്യ. പ്രിയപ്പെട്ടവരെ, ആ വചനത്തിൽ പറയുന്നത് അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. ഇതെന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തെ തട്ടി എന്നെ ഉണർത്തി. എനിക്ക് സ്വർഗത്തിലെ പിതാവായ അപ്പൻ എന്നോട് ഇടപെട്ട, ഹൃദയത്തെ സ്പർശിച്ച് ആഴമായി ഇടപെട്ട ഒരു വചനമാണ്. അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. ഈ വചനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തിപരമായി ഇടപെടുന്നത് 2007 4-ാം മാസം ആദ്യത്തെ ആഴ്ചയിൽ. 2007 എന്ന് പറയുമ്പോൾ 18 വർഷങ്ങൾക്ക് മുന്നേ ദൈവം എന്നോട് വ്യക്തിപരമായി സംസാരിച്ച വചനമാണ്. 2007 4-ാം മാസം ആദ്യത്തെ ആഴ്ചയിൽ ഒരു ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വചന വെളിപ്പാടിങ്ങനെ എനിക്ക് വെളിപ്പെടുത്തി തന്നു. ആ വചനം ഇങ്ങനെയാണ്. സങ്കീർത്തനം നമ്മൾ വായിച്ചതായ വചനം 103:13. അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. എന്റെ ജീവിതത്തെ സംബന്ധിച്ച് ദൈവം ഒരു വചനമോ ദൂതോ വെളിപ്പാടോ സ്വപ്നമോ തന്നാൽ ഞാൻ അതിന്റെ അർത്ഥം കിട്ടുന്നത് ഒരപ്പനോട് ചോദിക്കും. ഈ വചനം എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഒരാഴ്ച ഈ വചനത്തിന്റെ അർത്ഥം സ്വർഗത്തിലെ പിതാവായ അപ്പനോട് ചോദിച്ചു. എന്നാൽ സ്വർഗത്തിലെ അപ്പനായ പിതാവ് എനിക്ക് മറുപടി തന്നില്ല. 2 ആഴ്ച കഴിഞ്ഞു, മറുപടി തന്നില്ല. 3 ആഴ്ച കഴിഞ്ഞു, മറുപടി തന്നില്ല. 4-ാം മാസം 31-ാം തീയതി, അതായത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 31-ാം തീയതി ഒരു ഉച്ചയ്ക്ക് 3:30 മണിക്ക് എന്റെ പിതാവ് രാവിലെ പ്രഭാതം തിങ്കളാഴ്ച ദിവസം ജോലിക്കായിട്ട് പതിവായിട്ട് ജോലിക്ക് പോയി. യാത്ര പറഞ്ഞു പോയിട്ട് 10 രൂപ അമ്മയെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, തന്നേച്ചു പോകാൻ വേറെ കയ്യിലൊന്നുമില്ല, 10 രൂപയെ കരത്തിലുള്ളൂ. കേൾക്കണമേ, വൈകിട്ട് വരുമ്പോൾ വീട്ടു സാധനങ്ങൾ, പച്ചക്കറികൾ, മീനുകൾ മേടിച്ചേച്ചു വരാം. യാത്ര പറഞ്ഞ് പിതാവ് പോകുമ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു നോക്കി. നമ്മെ ശല്യം ചെയ്യണ്ട എന്ന് പറഞ്ഞു പുറത്തിറങ്ങിയിട്ട് ഗ്രില്ലിന്റെ ഇടയിൽ കൂടെ കൈവിരലിട്ട് അകത്തുള്ള പൂട്ടിട്ടു. കാരണം നമ്മൾ എഴുന്നേറ്റ് നമ്മെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്നുള്ള ചിന്താഭാവത്തിൽ പിതാവ് വിളിച്ചു പറഞ്ഞു, അമ്മയുടെ പേര് പുഷ്പമാണ്. പുഷ്പമേ, നിങ്ങൾ ഇനി എഴുന്നേൽക്കേണ്ട, ഞാൻ പുറത്തുകൂടെ അകത്തുകൂടെ കരമിട്ട് ആ പൂട്ടിന്റെ കൊളുത്തിട്ടിട്ട് ഞാൻ പോകാം. ആ വാക്ക് കേട്ട് ആമേൻ മാതാവ് യെസ് പറഞ്ഞു. ഞാൻ ഒരു നിമിഷം കണ്ണു തുറന്നു നോക്കിയപ്പോൾ പിതാവ് ഇങ്ങനെ പുറത്തുകൂടെ കൊളുത്തിടുന്നു, ഇട്ടേച്ചു പോവുകയാണ്. കടന്നുപോയ പിതാവ് ഏകദേശം അന്ന് ഉച്ചയ്ക്ക് 3 മണിയായപ്പോ 3 മണിക്ക് മുന്നമേ ഒരു അസ്വസ്ഥത എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാകുകയാണ്. എന്തോ ഒരു മേഖല ഇവിടെ വെളിപ്പെടുകയാണല്ലോ. ചെന്ന് റൂമിലിരുന്ന് പ്രാർത്ഥിച്ചു, ഒന്നും മനസ്സിലാകുന്നില്ല. ഏകദേശം 3 മണിയായപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിന്റെ മുന്നിൽ 2 പേർ വീട്ടിന്റെ മുന്നിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ പിതാവിന്റെ പേര് പൂമണിയാണ്. അവര് പറഞ്ഞു, ഇന്ന് രാവിലെ നമ്മുടെ ജോലി സ്ഥലത്ത് ടിപ്പർ ഇടിച്ച് പൂമണി എന്ന വ്യക്തിക്ക് ആക്സിഡന്റ് ഉണ്ടായി, മെഡിക്കൽ കോളേജിൽ വളരെ എമർജൻസി ആയി കൊണ്ടുപോയിരിക്കുന്നു.
അതുകൊണ്ട് നിങ്ങളെ ഓപ്പറേഷൻ ഉണ്ട് കൂട്ടിക്കൊണ്ടുപോകാനാ വന്നേ. ഞാനെടുത്ത കുറിവാക്യത്തിന്റെ വചനത്തിലേക്ക് വരിക. ഹല്ലേലൂയ. എന്നോട് നിങ്ങളോട് ഒരു വചനമാണോ, പ്രവചനമാണോ, സ്വപ്നമാണോ ദൈവം സംസാരിച്ചാൽ അതിനകത്തൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കൊണ്ടുപോകും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ വാക്ക് കേട്ടപ്പോ ഞാൻ ഓടി എന്റെ റൂമിൽ ചെന്ന് 2 കരങ്ങൾ സ്വർഗത്തിൽ ഉയർത്തിയിട്ട് ഞാൻ പറഞ്ഞു, എന്റെ സ്വർഗത്തിൽ അപ്പനെ, എന്റെ പിതാവിനെ എനിക്ക് മടക്കി തരണം. എന്റെ സ്വർഗത്തിലെ പിതാവേ, എന്റെ അപ്പനെ എനിക്ക് മടക്കി തരണം. ഞാൻ എന്റെ 2 കരം സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഉയർത്തി സടലി നടക്കുന്നു. എന്റെ സ്വർഗത്തിലെ അപ്പനോട് ഇങ്ങനെ പറയുമ്പോ സ്വർഗത്തിലെ അപ്പൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, കാമേൻ കാലെ കൈ താത്തിടുക. ഉയർന്നിരുന്ന കരഞ്ഞു പെട്ടെന്ന് താഴ്ത്തിയിട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞേ, ഈ മാസത്തിന്റെ ആരംഭ ദിവസങ്ങളിൽ നിനക്ക് ഞാൻ ഒരു വചനം തന്നില്ലേ? ആ വചനത്തിന്റെ അർത്ഥം നീ എന്നോട് ചോദിച്ചു കൊണ്ടിരുന്നു. ഞാൻ എന്തുകൊണ്ടാ മിണ്ടാഞ്ഞെന്നറിയാമോ? ആ അർത്ഥം നിനക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും. സ്വർഗത്തിൽ അപ്പൻ എന്നോട് പറഞ്ഞ ഒരു വാക്ക് നിമിഷം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വാതിൽപ്പടി ആൾക്കാർ നിൽക്കുക. സ്വർഗത്തിലെ പിതാവായ അപ്പൻ എന്നോട് പറഞ്ഞ ഒരു വാക്കാണ്, കുഞ്ഞെ, ഞാൻ നിനക്ക് തന്ന വചനം നീ മനസ്സിലാക്കിയോ? അപ്പനു മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. കുഞ്ഞെ, നിന്റെ പിതാവ് എന്റെ മകനാ, നീയും എന്റെ മകളാ. പക്ഷേ ഒറ്റ കാര്യം, എന്റെ പിതാവ് നിന്റെ അപ്പനായ സ്തോത്രം, നിന്റെ നിന്റെ അപ്പൻ എന്റെ മകനുമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ഭൂമിയിൽ കർത്താവിനോട് പറയാ, ആത്മാവിനോട് പറയാ, ഈ ഭൂമി നിനക്ക് ജന്മം തന്ന ഒരപ്പൻ നിന്നെ എങ്ങനെ പരിപാലിച്ചോ അതുപോലെ സ്വർഗത്തിൽ അപ്പനായ ഞാൻ ഇന്നു മുതൽ നിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കാം. പെട്ടെന്ന് കൈ താഴ്ത്തിയിട്ടും പെട്ടെന്ന് എന്റെ മൂത്ത സഹോദരിയും കുഞ്ഞുമുണ്ടായിരുന്നു. എന്റെ സഹോദരൻ കുടുംബം അവിടെ ഇല്ലായിരുന്നു. അമ്മയുണ്ടായിരുന്നു. അമ്മയും ഞാനും, ഞങ്ങൾ 3 പേരും പെട്ടെന്ന് ഡ്രസ് ചെയ്തു. അവർ കൊണ്ടുവന്ന വാഹനത്തിൽ ഞങ്ങളെ കൊണ്ടുപോവുക. ഏകദേശം എത്താറായപ്പോൾ അവിടെ നിന്ന് കോള് വരുന്നു. പക്ഷേ അതിനു മുന്നേ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്നോട് പറഞ്ഞു, ആമേൻ, ഈ ഭൂമി നിനക്ക് ജന്മം തന്ന അപ്പൻ എന്റെ സ്വർഗത്തിലെ, ഹല്ലേലൂയ, നിന്റെ സ്വർഗീയ പിതാവായ അപ്പന്റെ മകനാണ്. അവന്റെ വേല തികഞ്ഞു. ഞാൻ അവനെ മടക്കി വിളിച്ചിരിക്കുക. ആ കാറിൽ ഞാൻ യാത്ര ചെയ്യുന്ന സമയം, ഹല്ലേലൂയ, ദൈവാത്മാവ് എന്നോട് സംസാരിക്കുക. പെട്ടെന്ന് അവർക്ക് കോള് വന്നപ്പോൾ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിയത്തില്ല, കാരണം അവിടെ മരണം നടന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്ന വചനം, ദൈവം നമ്മളോട് ഇടപെടുന്ന ഒരു വചനം, അത് നമ്മുടെ ജീവിത യാത്രകളിൽ അത് വഴികാട്ടിയാണ്. അതാ ഞാൻ പറഞ്ഞു, നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും. ഹല്ലേലൂയ. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ആ സ്വർഗത്തിൽ അപ്പൻ ഈ ഭൂമി നമ്മെ കരുതുന്ന വിധങ്ങളെ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല, തീർന്നില്ല. ഇതിന്റെ അർത്ഥത്തിലേക്ക് ഞാൻ വരികയാണ്. മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ, ഹല്ലേലൂയ, പിതാവ് മരണപ്പെട്ടു, തിരിച്ചു കൊണ്ടുപോകാൻ സാധ്യമല്ല. അവര് പറഞ്ഞു, ആമേൻ, ഹല്ലേലൂയ, ആ വ്യക്തി മരണപ്പെട്ടു, ഇവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുപോകും? അവര് വന്ന് എന്നോട് പറഞ്ഞു, ആമേൻ, അടുത്ത ദിവസമാണ് ഓപ്പറേഷൻ, അതുകൊണ്ട് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകുക. ഞാൻ പറഞ്ഞു, എന്റെ പിതാവ് അങ്ങനെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഓപ്പറേഷത്തിന് എത്ര എമർജൻസി ആയാലും എനിക്കൊന്ന് കാണിച്ചു തരണം. അവരെല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ അടുത്തുനിന്ന് ഓടി. കാരണം ഞാൻ പറഞ്ഞു, എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞു, എന്റെ ഭൂമി ജന്മം തന്ന അപ്പനെ സ്വർഗത്തിൽ അപ്പൻ എടുത്തു. ഹല്ലേലൂയ. അവർക്കൊരു മറുപടി പറയാനില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവരെ എന്റെ അടുക്കിൽ നിന്ന് ഓടി ആമേൻ ഒരു വാഹനത്തിൽ കയറ്റി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു. 2007 4 മാസം 31 തീയതി, 4 മാസം 1 ആഴ്ചയിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ട വചനമായി ഇന്ന് രാത്രിയിൽ ഈ ഗ്രൂപ്പിൽ ഞാൻ പറയുന്നത്, അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. പ്രൈസ് ദി ലോർഡ്.
പ്രിയപ്പെട്ടവരെ, എന്റെ സ്വർഗത്തിൽ അപ്പൻ അന്ന് പറഞ്ഞ വചന വെളിപ്പാട്, ആ പറഞ്ഞ ദൈവ ശബ്ദം ഇന്ന് 18 വർഷമായി. ആമേൻ. ഒരപ്പൻ, സ്വർഗത്തിലെ ഒരപ്പൻ, എന്നെ ഈ ഭൂമിയിൽ എനിക്ക് ജന്മം തന്ന ഒരപ്പൻ എന്നെ കരുതുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ സ്വർഗത്തിൽ അപ്പൻ എന്നെ കരുതുകയാണ്. ആമേൻ. നമുക്കൊരപ്പൻ സ്വർഗത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മെ കരുതുന്ന ഒരപ്പൻ സ്വർഗത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആര് തന്നെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും, ആര് തന്നെ നിങ്ങളെ ഉപേക്ഷിച്ചാലും, നിങ്ങളെ കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത ഒരു സ്വർഗത്തിലെ ഉടയവനുണ്ട്. അത് നിങ്ങൾ മറന്നു പോകരുത്. അടനം ചുടവനാരകം ശാന്തനം, ഈ വചനത്തിന്റെ അർത്ഥത്തിലേക്ക് ഞാൻ വരികയാ. അങ്ങനെ എന്റെ പിതാവ് മെയ് മാസം 1-ാം തീയതി ശവസംസ്കാര ശുശ്രൂഷ, ആമേൻ, അടക്ക ശുശ്രൂഷ കഴിഞ്ഞു. എന്നാൽ എന്റെ മനസ്സിങ്ങനെ വേദനിക്കുക. ഈ വചനം എന്നെ ഏൽപ്പിച്ചു എങ്കിലും എന്റെ ഹൃദയം ഇങ്ങനെ പിടഞ്ഞുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇനി എന്താ ചെയ്യുക? ഇനി എങ്ങോട്ടാ പോകുന്നത്? ഏലിയാവിന്റെ അടുക്കൽ കാക്കയും കാക്കയിലൂടെ അപ്പവും കരീത് തോട്ടിലെ വെള്ളവും കുടിച്ച് ഏലിയാവ് ഇരിക്കുമ്പോ പെട്ടെന്ന് തോട് പറ്റി. പെട്ടെന്ന് കാക്കയുടെ വരവിൽ നിന്നു. അതുപോലെ എന്റെ പിതാവിന്റെ വരവിൽ ആ നന്മ കൊണ്ടാ ഞാനും മാതാവും മുന്നോട്ട് പോകുന്നു. പക്ഷെ പെട്ടെന്ന് വരവടഞ്ഞു. എന്ത് ചെയ്യും? 18 വർഷങ്ങൾക്ക് മുന്നമേ ശുശ്രൂഷയിൽ ഇറങ്ങിയ സമയമാണ്. ഒന്നും അറിയത്തില്ല. സ്വന്തമായി ചെന്നൊന്നും മേടിക്കാൻ അറിയില്ല. പിതാവെല്ലാം മേടിച്ചോണ്ട് വരും. ഉറവ അടഞ്ഞുപോയി. എന്നാൽ സ്വർഗത്തിൽ അപ്പൻ എന്നോട് പറഞ്ഞു, കുഞ്ഞെ, ഞാൻ നിന്നോട് ഇടപെട്ട വചനം എന്താ? നിന്റെ ഭൂമിയിൽ അപ്പൻ നിന്നെ ശ്രേഷ്ഠകരമായി പോഷിപ്പിച്ചതിനേക്കാൾ സ്വർഗത്തിൽ അപ്പനായ ഞാൻ നിന്നെ പോഷിപ്പിക്കും. ഞാൻ നിന്നെ വഴി നടത്തും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വചനം ദൈവമാണ്. നിന്നോടൊരു പ്രവചന ശബ്ദം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വചനത്തിലൂടെ നിന്നോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ആമേൻ, ഈ ഭൂമിയിലുള്ള മറ്റുള്ളവരെക്കാൾ നമ്മെ ശ്രേഷ്ഠകരമായി വഴി നടത്തുന്ന സ്വർഗത്തിലപ്പനാണ്. തീർന്നില്ല. ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു വരികയാണ്. സ്തോത്രം. ഒരു വചനം നമുക്ക് കിട്ടുമ്പോൾ അതിന്റെ ആഴമായി നമ്മൾ ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, എന്റെ പിതാവ് മരണപ്പെട്ട് 1 മാസമായപ്പോൾ കടക്കാരെല്ലാം ബുദ്ധിമുട്ട് വരുത്തി. ആ ഭവനം എന്റെ മൂത്ത ബ്രദറിനാണ് ആ ഭവനം കൊടുത്തിട്ടുള്ളത്. ആ ബ്രദർ വിവാഹം കഴിഞ്ഞപ്പോൾ അവരുടെ ഫാമിലി, അവരുടെ കുടുംബത്തിന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ പിതാവ് മരിച്ച 1 മാസമായപ്പോൾ എന്റെ മൂത്ത ആങ്ങൾ വന്നു പറഞ്ഞു, എനിക്ക് കടം കൊണ്ട് നിവൃത്തിയില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ ഭവനം മാറിത്തരണം, ഭവനം വിൽക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഇറങ്ങിയില്ലെങ്കിൽ വീട് പൂട്ടി ഞാൻ നിങ്ങളെ പുറത്തിറക്കും. എനിക്ക് കടബാധ്യത കൊണ്ട് നിൽക്കാൻ നിവർത്തിയില്ല. എന്നാൽ പിടിച്ചിറക്കി പൂട്ടുന്നതിന് മുന്നമേ ഞങ്ങൾ സ്വതമായിട്ട് പ്രാർത്ഥിച്ചിട്ട്, ദൈവമേ, നീ എന്നോട് പറഞ്ഞ ഒരു ദൈവ ശബ്ദമുണ്ട്. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. ഈ വചനത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക. ഈ വചനം വെളിപ്പെട്ടതുപോലെ 1ാം ഘട്ടം എന്റെ ഭൂമിയിലെ എന്റെ പിതാവിനെ സ്വർഗത്തിൽ അപ്പനെടുത്തു. അപ്പന്റെ മരണം കഴിഞ്ഞ് 2-ാം മാസമായപ്പോൾ ഈ വചനപ്രകാരം എന്റെ 2ാം ഘട്ടം തുടങ്ങുക. എനിക്കുള്ള അതുവരെ താമസിച്ച ഭവനം നഷ്ടമായി. 2ാം ഘട്ടം. എന്റെ സഹോദരൻ പറഞ്ഞു, ഇറങ്ങിയില്ലെങ്കിൽ ഇറക്കി ഞാൻ വീട് പൂട്ടും. നിങ്ങൾ താമസിച്ചാൽ വീട് വിൽക്കാൻ പറ്റില്ല. ഈ വചനപ്രകാരം എന്റെ ജീവിതത്തിന്റെ 2ാം ഘട്ടം തുടങ്ങി. അങ്ങനെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചു, കരയുകയാണ്. എങ്ങോട്ട് പോകും അറിയില്ല. ആദ്യമായിട്ട വാടക ഭവനത്തിൽ പോകുന്നേ. ഒരു ദിവസം ഞാൻ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്റെ കിടക്കയിൽ കിടക്കുമ്പോൾ ഒരു പ്രഭാതത്തിൽ ഒരു ദൂതൻ വന്ന് എന്റെ ഷോളർ തട്ടിയിട്ട് പറഞ്ഞ്, എഴുന്നേൽക്ക്, നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഹല്ലേലൂയ. ഏതെങ്കിലും പ്രയാസ മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഇന്ന് രാത്രി പറയുന്നു കേട്ടോ, ഈ ഭൂമിയിൽ ഒരപ്പനേക്കാൾ ശ്രേഷ്ഠകരമായി നടത്തുന്ന
ഒരു സ്വർഗത്തിലെ അപ്പൻ നിങ്ങൾക്കുണ്ടെന്ന് മറന്നു പോകരുത്. അതത് സമയത്ത് അവൻ തട്ടി എഴുന്നേൽപ്പിച്ചു. കുഞ്ഞെ, മകനെ, മകളെ, വഴി ഇതാണ്, വഴി ഇതാണ്, വഴി ഇതാണെന്ന് പറഞ്ഞു തരുന്ന ഒരു സ്വർഗത്തിലെ അപ്പൻ നമുക്കുണ്ട്. ആമേ. അടകൾ കടമാന ഹസ്തരാധനാരകി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അങ്ങനെ എന്റെ ജീവിതത്തിന്റെ 2ാം ഘട്ടം, ആമേ, ഈ വചനാടിസ്ഥാനത്തിലാണ് ഞാൻ വരുന്നത്. എന്റെ അപ്പൻ എന്നോട് ഇടപെട്ട വചനപ്രകാരമാണ് ഞാൻ വരുന്നത്. ഹല്ലേലൂയ. അങ്ങനെ 2ാം ഘട്ടം, വീട് നഷ്ടമായി. ഒരു പ്രഭാതത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു വന്ന് കടന്നുപോയ ഒരു ദേവദാസന്റെ പരിചയത്തിൽ, ഹല്ലേലൂയ, നിസ്സാരമായി ആമേ മാസം 500 രൂപയ്ക്ക് ഒരു വാടക വീടെടുത്തു. ഞാനും എന്റെ അമ്മയും രാത്രിയിൽ, ഹല്ലേലൂയ, ആ വാഹനത്തിൽ ഒരു ചെറിയ മിനി ലോറി പിടിച്ചു സകല സാധനവുമായി അവിടേക്ക് പോയി. ആ വീടിന്റെ താക്കോൽ എന്റെ മൂത്ത ബ്രദറിന് കൈമാറി. ഹല്ലേലൂയ. കണ്ടോ, ജീവിതത്തിന്റെ വചനാടിസ്ഥാനത്തിൽ അപ്പൻ എന്നോട് ഇടപെട്ട വചനത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് ഞാൻ പോകുകയാണ്. അങ്ങനെ ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ ഞാൻ 6 വാടക വീട് മാറി മാറി പാർത്തു. 6 വാടക വീട്ടിൽ പാർക്കുമ്പോ 2 പ്രാവശ്യം എന്റെ ഭവനത്തിൽ കള്ളൻ കയറി. ഒരു പ്രാവശ്യം ആസാമിൽ ശുശ്രൂഷയ്ക്ക് പോയിട്ട് ഞാൻ എന്റെ വീട്ടിൽ വരുമ്പോൾ വീടെല്ലാം കുത്തി തുറന്ന് പണമുണ്ടെന്ന് പറഞ്ഞു കള്ളന്മാർ കയറി മോഷ്ടിക്കാൻ നോക്കി, ഒന്നും കിട്ടിയില്ല. ഒരു പ്രാവശ്യം ശുശ്രൂഷയിൽ ഗോവ എന്ന സ്ഥലത്ത് പോയിട്ട് ഞാനും എന്റെ മാതാവ് മടങ്ങി വരുമ്പോൾ കോള് വരുന്നു, വീട്ടിനകത്ത് വാതിൽ തുറന്ന് കള്ളന്മാർ കയറി. അവർക്ക് അതിനകത്തും ഒന്നും കിട്ടിയില്ല. അവർക്ക് കിട്ടിയത് ഹല്ലേലൂയ, ചിൽഡ്രൻ മിനിസ്ട്രിയിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശേഖരിച്ച ഒരു പോണിയുണ്ട്. മാസങ്ങൾ, വർഷങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് ആമേ ദൈവീക പ്രവർത്തനത്തിനു വേണ്ടി കുഞ്ഞുങ്ങളുടെ അല്പം കാശ് ഞാൻ ഒരു ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ പൊട്ടിച്ച കാശുമായി കള്ളൻ പോയി. ഹല്ലേലൂയ. അങ്ങനെ 18 വർഷങ്ങൾക്കകം 6 വാടക വീട് മാറി മാറി പാർത്തു. 1ാമത്തെ വാടക വീടിൽ നിന്ന് 3ാമത്തെ വാടക വീട് മാറി. സ്തോത്രം. അടുത്ത 4ാമത്തെ വാടക വീട് അന്വേഷിച്ചിട്ട് തക്ക സമയത്ത് കിട്ടുന്നില്ല. കണ്ടോ, ഈ വചനത്തിന്റെ ഓരോ ഘട്ടമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കേട്ടോ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നിസ്സാരമല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്ന വചനത്തിലൂടെ നമ്മെ കടത്തിവിടും. പൊന്നുപോലെ പുറത്തെടുക്കാനാ. കേട്ടോ, ഹല്ലേലൂയ. എനിക്കറിയാം ഈ സാക്ഷ്യം നിങ്ങൾ ആരെയോ സ്പർശിക്കുന്നുണ്ട്. ഹടനം ജുഡവനം ശാന്തരം. പ്രിയപ്പെട്ടവരെ, അടുത്ത വീട് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് എന്റെ അമ്മയുടെ 2ാമത്തെ സഹോദരിയുടെ വീട്ടിൽ ഒരു 2 മാസം സാധനങ്ങൾ ഒരിടത്ത് ഒതുക്കിയിട്ട് അവരെ വീട്ടിന്റെ മുറ്റത്ത് ഒരു ടാർപ്പാള കെട്ടി സാധനങ്ങളൊക്കെ കെട്ടിവെച്ചിട്ട് ഒരു 2 മാസം അവരെ വീട്ടിൽ ഒന്ന് അഭയം പ്രാപിച്ചു. 3ാം മാസം ആകുന്നതിന് മുന്നമേ അടിച്ചു പുറത്താക്കി. സാധനങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞ് ഇറങ്ങിക്കൊള്ളണം. ഹല്ലേലൂയ. ഓ, മനുഷ്യൻ എന്ന് പറയുന്നത് ഇതാണ് പ്രിയപ്പെട്ടവരെ. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല. സ്വാർത്ഥത ഇഷ്ടപ്പെടുന്നില്ല, അനീതി സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. കേട്ടോ, എനിക്ക് ദൈവം വെളിപ്പെടുത്തിയ വചനാടിസ്ഥാനത്തിലാണ് ഞാൻ വരുന്നത്. അങ്ങനെ 3-4ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. വീണ്ടും ബന്ധുവിന്റെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കിയ ഞാൻ എന്റെ അപ്പനോട് പറഞ്ഞു, ദൈവമേ എവിടെ പോകും? അങ്ങനെ അന്വേഷിച്ചു ഒരു വാടക വീട്ട് കിട്ടി, അവിടേക്ക് പാർത്തു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ മറ്റൊരു കാര്യം, അപ്പൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ 2 സ്ത്രീകളെയല്ലേ, സഹോദരങ്ങളോ ബന്ധുക്കളോ കൈക്കൊണ്ടില്ല, തിരിഞ്ഞു നോക്കിയില്ല. പ്രാരാബ്ധമാണ്. ഒറ്റ കാര്യം ഞാൻ പറയാം, അഭിഷേകം നിന്നിലുണ്ടോ? നീ വിളിക്കപ്പെട്ട ഒരു പൈതലാണോ? ഈ ഭൂമിയിലുള്ള ആര് തന്നെ നിന്നെ കൈവിട്ടാലും നീ സ്വർഗത്തിൽ അപ്പനോട് ചേർന്നിരുന്ന ആ അപ്പൻ നിന്നെ ഒരിക്കലും കൈവിടില്ല. ആ അപ്പന്റെ പ്രത്യേകത കരുണയുള്ള അപ്പനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നേക്ക് 18 വർഷമായി ഇന്നും വാടക ഭവനത്തിലാ. പക്ഷെ ഒറ്റക്കാര്യം, വാടക ഭവനമാണെങ്കിലും ചെറിയ ഭവനമോ
അങ്ങനെയൊന്നും അല്ല ദൈവം തരുന്നേ. ശ്രേഷ്ഠകരമായ ഭവനം സ്പോൺസർമാരെ ഒരുക്കി ആ ഭവനത്തിന് വാടക കൊടുക്കുവാൻ ദൈവം ഒരുക്കി ആ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. ദൈവം ഇടപെട്ട വചനം എന്താ? അപ്പനു മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. ഹല്ലേലൂയ. അടുത്തൊരു ഘട്ടം ഇങ്ങനെ പറഞ്ഞു, ദൈവമേ സ്വന്തമായ ഒരു ഭവനം വേണം, എവിടെ നീ എന്നെ അയച്ചാലും ഞാൻ പോകാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മിഷൻ വീടിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവരൊരു 2 വീട് പണിത് മിഷണറിമാർക്ക്, ഭവനമില്ലാത്തവർക്ക് വാടക കൊടുക്കാതെ താമസിക്കാൻ 2 സുവിശേഷ വേലക്കാർക്ക് അവർ വീട് പണിതു. അതിലൊരു ഭവനം എനിക്കും അമ്മയ്ക്കും നൽകി. ഞങ്ങൾ ഒരുമിച്ച് 3 വർഷം വാടക കൊടുക്കാതെ അവിടെ താമസിച്ചു. അവര് പറഞ്ഞു, ജീവിതകാലം വരെ സ്വന്തമായി ഒരു ഭവനം കിട്ടുന്നവരെ താമസിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചെന്നറിയാമോ? ദൈവാത്മാവ് അവിടെ പോകുന്നതിന് മുന്നമേ ദൈവം എന്നോട് പറഞ്ഞു, 3 വർഷമേ നീ അവിടെ താമസിക്കും. ഹല്ലേലൂയ. ഹൃദയത്തിലൊരു സന്തോഷം വന്നു. ദൈവമേ, വാടക കൊടുക്കാതെ സ്വന്തമായൊരു ഭവനം കിട്ടുന്നവരെ ജീവിക്കാമല്ലോ. ഒരു സന്തോഷം ഇങ്ങനെ വന്നപ്പോ പ്രിയപ്പെട്ടവരെ, രാത്രി കിടന്നുറങ്ങാൻ നിവർത്തിയില്ല. 2 സ്ത്രീകളല്ലേ, വാതിൽ തട്ടുന്നു, ജന്നൽ തട്ടുന്നു. ഭയങ്കര പ്രതികൂലം. എന്റെ വാഹനം കൊണ്ടുവെക്കുന്നിടത്ത് അവിടെ ക്രൂരമായ മനുഷ്യ സ്നേഹമില്ലാത്തവരെ ചുറ്റുപാട്. വാഹനമെടുത്ത് മാറ്റിക്കൊണ്ടു പോകുന്നു. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചു കരഞ്ഞു. ഒരു ദിവസം പഞ്ചാബിലും ഹരിയാനയിലും ഡൽഹിയിലും മീറ്റിങ്ങിന് പോയി. ഹരിയാനയിൽ ചെന്ന്, ഹല്ലേലൂയ, അവിടുത്തെ ദേവദാസൻ പറഞ്ഞു, സുസേ, വാടക കൊടുത്താലും കള്ളന്മാരുടെ കൈകളിൽ അകപ്പെട്ടൊരു നിന്ന് വരുന്നതിന് മുന്നമേ മാറിക്കൊള്ളണം. ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, അപ്പാ, ഇനി ഒരു വാടക വീടോ? സ്തോത്രം, ഞാൻ എങ്ങനെ കൊടുക്കും? കർത്താവ് പറഞ്ഞു, നീ ഭാരപ്പെടണ്ട. കണ്ടു, അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നും. പ്രിയപ്പെട്ടവരെ, ആമേൻ, അന്ന് നാട്ടിൽ വന്ന് ഒറ്റ ദിവസം വീട്ടിൽ കിടന്നു. പിറ്റേ ദിവസം ഒരു വീട് നോക്കി. അനുഗ്രഹമായി തിരുവനന്തപുരം പട്ടണത്തിനകത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭവനം ദൈവം എനിക്ക് ചില സ്പോൺസർമാരുടെ സഹായത്തോടെ വാടക കൊടുക്കുവാൻ, സഹായത്തോടെ ഒരു വാടക ഭവനം ദൈവം നൽകി. ഞാൻ ആ ഭവനത്തിൽ നിന്ന് സൂക്ഷിക്കുന്നേ. പക്ഷെ എനിക്ക് ഭാരമില്ല. എനിക്ക് പ്രയാസമില്ല. 18 വർഷം സഹോദരങ്ങൾ, ബന്ധുക്കൾ, രക്തബന്ധങ്ങൾ, ചാർച്ചക്കാർ തള്ളിക്കളഞ്ഞപ്പോ എന്റെ ദൈവം മുന്നമേ, പിതാവിനെ എടുക്കുന്നതിന് മുന്നമേ തന്ന വചനം, കുഞ്ഞെ, നിന്റെ ഈ ഭൂമിയിൽ നിന്റെ അപ്പൻ നിന്നെ കരുതിയതുപോലെ ഞാൻ നിന്നെ കരുതും. ആരുടെ മുമ്പിലും കൈ നീട്ടി നിൽക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല കേട്ടോ. 1 രൂപയെങ്കിലും 10 രൂപയെങ്കിലും ഭാരപ്പെടുന്ന എന്നെയും എന്റെ മാതാവിനെ തള്ളിക്കളഞ്ഞ് ഉപേക്ഷിച്ച എന്റെ സഹോദരങ്ങൾക്കും രക്തബന്ധങ്ങൾക്കും അങ്ങോട്ട് കൊടുക്കുന്നതല്ലാതെ അവരാരും ഇങ്ങോട്ട് തരാനോ അവരെ മുന്നിൽ കൈനീട്ടാനോ എന്റെ അപ്പനെ അനുവദിച്ചില്ല. ആമേൻ. സഹോദരങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളിൽ അവര് ഞങ്ങളെ താങ്ങേണ്ട സമയത്ത് കൈവിട്ടപ്പോൾ അവരുടെ കഷ്ടങ്ങളിൽ മാനുഷ്യപരമായി, ശരീരം കൊണ്ടും സാമ്പത്തികപരമായി സഹായിക്കാൻ സ്വർഗത്തിലെ ഉടയവനായ അപ്പൻ ഏഴയായി എന്നെ ഉപയോഗിച്ചു. അതാ പ്രിയപ്പെട്ടവരെ, കാണുന്നതെല്ലാം താൽക്കാലികമാണ്, കാണാത്തതോ നിത്യം. നേടുന്നതെല്ലാം മിഥ്യയാണ്. ആത്മരക്ഷ, അതാണ് സത്യം. നിന്റെ ഹൃദയത്തിൽ സത്യമുണ്ടോ? നീ സത്യത്തിന് വേണ്ടി നിന്ന് അഭിഷേകം ചുമക്കുന്ന ഒരു വ്യക്തിയാണോ? നിന്റെ ജീവിതത്തിന്റെ ലൈഫ് മാറും. ഈ ഭൂമി സ്വന്തമായിട്ടോ അല്ലെങ്കിലോ അതൊന്നും ഒരു വിഷയമേ അല്ല. നീ ദൈവ ശബ്ദം കേട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണോ? ആമേൻ, സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായി മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാതെ ശ്രേഷ്ഠകരമായി എന്നെ നിങ്ങളെ വഴി നടത്തുന്ന സ്വർഗത്തിലെ അടനം ജുഡമനം ശാന്തരം ദുരപ്രമാണിയം വിശ്വസിക്കുന്നു. ബ്ലസ്സി വർഷിപ്പ് ചെയ്ത പ്രിയ സഹോദരി, വിശ്വസിച്ചോ? കേട്ടോ? ആരുടെ മുന്നിലും കൈനീട്ടാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. നീ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട കേട്ടോ. ഭൂമിയിൽ ആരും നിന്നെ താങ്ങിയില്ലെങ്കിലും
ഒരു താങ്ങുന്ന സ്വർഗത്തിൽ അപ്പൻ നിന്നോടുകൂടെയുണ്ട്. ഗ്രേസി എബ്രഹാം അടൂർ, ദൈവത്തിന്റെ പരിശുദ്ധമ്മ പറയുന്നു, നിങ്ങളുടെ ഈ സാഹചര്യങ്ങൾ, വാർദ്ധക്യ സാഹചര്യങ്ങൾ, ഒരുപക്ഷെ മുഖം മറയ്ക്കുന്നവരും കൈതാങ്ങേണ്ടവരും പിന്മാറിപ്പോയാലും, ആരെ നിങ്ങളെ ചേർത്തില്ലെങ്കിലും നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വർഗത്തിൽ അപ്പനുണ്ട് കേട്ടോ. അടനം ചുടമനം ഹത്തുരം ദുരപ്രമാണിയും. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു വചനം ഇടപെട്ട ആ വചനത്തിലൂടെ തന്നെ ദൈവം നമ്മളെ വഴി നടത്തും. ആമേൻ. ഇന്ന് ഹല്ലേലൂയ, വാടകയ്ക്കാണെങ്കിലും ഞാൻ പറയട്ടെ, ശ്രേഷ്ഠകരമായി ദൈവം എന്ന് വഴി നടത്തും. ആമേൻ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടി ദൈവം ശ്രേഷ്ഠകരമായി കർത്താവിന്റെ വരവ് താമസമാണെങ്കിൽ ഒരനുഗ്രഹിക്കട്ട ഭവനം എനിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഞാൻ പ്രവേശിച്ച്, അതിൽ ഞാൻ വസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും. ആമേൻ. എനിക്ക് ഉറപ്പുണ്ട്, എന്റെ ദൈവം എനിക്ക് തരുമെന്ന് വാഗ്ദത്തമാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അപ്പൻ എന്ന് പറയുന്നത് കരുണയുള്ള അപ്പനാ. അവൻ അത്ഭുതത്തിന്റെ മന്ത്രിയാ, അവൻ വീരനാ ദൈവമാ, അവൻ നിത്യപിതാവാ. ആമേ, സകലത്തിനും ശ്രേഷ്ഠകരമായി വഴി നടത്ത അപ്പനാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെട്ടു പോകേണ്ട കേട്ടോ. ഈ ഭൂമിയിലെ ഒരു മനുഷ്യന്റെ മുന്നിൽ നിങ്ങൾ കൈനീട്ടേണ്ട കാര്യമില്ല. നീ സ്വർഗത്തിലെ അപ്പനോട് പറഞ്ഞാൽ മതി, ആ അപ്പൻ ശ്രേഷ്ഠകരമായി നിന്നെ വഴി നടത്തും. അടനം ചുടമനം ഹത്തുരാനകച്ചോസ്യം. ഞാൻ എൻ്റെ അനുഭവത്തിന്റെ തെളിവ് ഈ വചനം സംബന്ധിച്ച് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഒത്തിരി മേഖലയിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്, പക്ഷെ ഞാനെങ്കിലും എന്റെ അനുഭവം നിർത്തുക. രണ്ടാമത്, ഈ അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുമെന്നുള്ള വചനപ്രകാരം, വചനത്തിന്റെ അടിസ്ഥാന പ്രകാരം നമ്മൾ നോക്കുമ്പോൾ, യോസഫിന്റെ ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ, യോസഫിന് ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി. ഹല്ലേലൂയ. ജോസഫിന്റെ ജീവിതത്തിൽ അപ്പൻ ഉപേക്ഷിച്ചു, അമ്മ ഉപേക്ഷിച്ചു, സഹോദരങ്ങൾ ഉപേക്ഷിച്ച മാത്രമല്ല, അവൻ മരിച്ചു എന്നുള്ള മരണ സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചു. ആമേൻ. ദൈവം അവനോട് ഇടപെട്ടത്, എന്നോട് ദൈവം ഇടപെട്ട ഈ വചനത്തിലൂടെ. ജോസഫിനോട് ദൈവം ഇടപെട്ടത് അവനെ ദൈവം ഉയർത്താൻ തക്കവണ്ണം ജോസഫിനോട് ദൈവം ഇടപെട്ടത് സ്വപ്നത്തിലൂടെയാണ്. ഇന്ന് രാത്രി നിങ്ങളൊക്കെ ചില സ്വപ്നങ്ങൾ കാണും കേട്ടോ. ഈ കാണുന്ന സ്വപ്നങ്ങൾ ആ സമയത്ത് എഴുതി വെക്കും. അതൊന്നും വെറുതെയല്ല. എന്തെങ്കിലും നെഗറ്റീവ് സ്വപ്നം കണ്ടാൽ അടുത്ത ദിവസം ഉപവസിച്ച് അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനെ ബ്രേക്ക് ചെയ്യും. നിന്നെ, നിന്റെ തലമുറയെ കുറിച്ചുള്ള അനുഗ്രഹത്തിന്റെ സ്വപ്നമാണെങ്കിൽ ഡേറ്റ് വെച്ച് എഴുതി വെച്ച് നീ പ്രാർത്ഥിക്കണം. ആമേൻ. എന്റെ കുഞ്ഞു നാളിൽ കർത്തൃവേലയെ ശക്തമായിട്ട് പാറയുടെ മുകളിലൊക്കെ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്നത് കുഞ്ഞുനാളിൽ സ്വപ്നത്തിൽ കാണുമായിരുന്നു. അതെന്റെ ജീവിതത്തിൽ നിറവേറുന്നത് ഇപ്പോഴാണ്. ഹല്ലേലൂയ. 18 വർഷം. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സ്വപ്നങ്ങളൊന്നും, കേൾക്കുന്ന വചനം, നിന്നോടൊരു വചനം ദൈവം ഇടപെട്ടിട്ടുണ്ടോ, അത് ഡേറ്റ് സഹിതം എഴുതി വെച്ചതിന്റെ അർത്ഥം ചോദിക്കണം, ഇടപെടണം. ദൈവമേ, എന്താണ് ഈ വചനത്തിന്റെ അർത്ഥം? എന്താണ് ഈ വചനത്തിന്റെ അർത്ഥം? ആമേൻ. ജോസഫിന്റെ ജീവിതത്തെ ദൈവം ഇടപെട്ടത് സ്വപ്നത്തിലൂടെ. അവനൊരു സ്വപ്നം കാണിച്ചു. ആ സ്വപ്നം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, എല്ലാവരും തന്നെ നമസ്കരിക്കുന്ന 2 സ്വപ്നം. ആമേൻ. ഒരേ അർത്ഥത്തിലുള്ള 2 സ്വപ്നം. ഈ കണ്ട സ്വപ്നം വന്ന് അപ്പനോട് പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, സഹോദരങ്ങളോട് പറഞ്ഞു. അർത്ഥം മനസ്സിലായ സഹോദരങ്ങളും അപ്പനും പറഞ്ഞു, ഞങ്ങൾ നിന്നെ നമസ്കരിക്കണമെന്നാണ്. ഒരിക്കലും പാടില്ല. ആ സമയം മുതൽ സഹോദരങ്ങളുടെ ഹൃദയത്തിൽ കയ്പും ദേഷ്യവും അസൂയയും തുടങ്ങി. ജോസഫ് തന്റെ കുടുംബത്തിൽ ഏറ്റവും ഇളയ പുത്രനായി. ആമേൻ. അങ്ങനെ മറ്റ് സഹോദരങ്ങൾ ആടുകളെ മേയ്ക്കാൻ പോയപ്പോൾ ഈ ഇളയ പുത്രനെ അപ്പൻ വളരെ സ്നേഹിച്ചു. യാക്കോബ്. ഈ അപ്പൻ ഇളയ പുത്രനെ വളരെ ഇഷ്ടമായി നല്ലൊരു അങ്കി ഉണ്ടാക്കി കൊടുത്തു. ഇത് കണ്ടപ്പോഴേ സഹോദരങ്ങൾക്ക് അപ്പോഴേ അസൂയ തുടങ്ങി. രണ്ടാമത് ഇവനൊരു സ്വപ്നം കൂടി കണ്ടു പറഞ്ഞപ്പോ
അവർക്ക് ഭയങ്കര ദേഷ്യം ഉള്ളിൽ കിടക്കുകയായിരുന്നു. ആമേൻ. അങ്ങനെ ഇവർ ആട് മേയ്ക്കാൻ കടന്നു ചെല്ലുമ്പോൾ ഈ അപ്പൻ സഹോദരങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച് മുന്തിരിക്കുലയും അത്തിയടയും ഒക്കെ ബദാം അണ്ടിയൊക്കെ കൊടുത്ത് സഹോദരങ്ങളെ ക്ഷേമം അന്വേഷിക്കാൻ പറഞ്ഞു വിട്ടു. ദൂരെ നിന്ന് കണ്ടപ്പോൾ ഇവര് പറഞ്ഞു, സ്വപ്നക്കാരൻ വരും, ഇവനെ ഞങ്ങൾ നമസ്കരിക്കണമെന്ന്. ഒരിക്കലും പാടില്ല, ഇവനെ കൊന്നുകള. ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ ഉണ്ടോ എല്ലാവരും? ഹല്ലേലൂയ. കൊന്നുകളയാ. പ്രൈസ് ദി ലോർഡ്. ആരോട് ഇടപെടുന്നുണ്ട്? നിങ്ങളോട് ദൈവാത്മാവ് ഇടപെടുന്നുണ്ട്. നിങ്ങളുടെ ദൈവം സംസാരിച്ച വാഗ്ദത്തങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർ പല പരീക്ഷകളിലൂടെ കടന്നു പോയേ മതിയാകത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. വാഗ്ദത്തമുണ്ട്, സ്വപ്നമുണ്ട്, പ്രവചനമുണ്ട്, ഇതിലെല്ലാം നമുക്ക് എത്താൻ ഭയങ്കര ഇഷ്ടം. പക്ഷെ പരീക്ഷകളിലൂടെ കടത്തി വിടുമ്പോ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആമേൻ. ഇവിടെ യോസഫ് കണ്ട സ്വപ്നത്തിന്റെ അതേ മേഖലയിൽ അവരെ വാഗ്ദത്തങ്ങളിൽ കൊണ്ടെത്തിക്കാൻ സ്വർഗത്തിൽ അപ്പൻ കടത്തിവിടുന്ന ഓരോ ഘട്ടം. ദൂരെ നിന്ന് വരുമ്പോൾ ഇവൻ പറഞ്ഞു, ഈ സഹോദരങ്ങൾ പറഞ്ഞു, ഇവനെ കൊന്നുകളയണം. അടുത്തു വന്നപ്പോൾ ഇവന്റെ അങ്കി ഊരി കൊല്ലാൻ പിടിക്കുമ്പോ അതിലൊരു സഹോദരൻ രൂപേൻ എന്നൊരു വ്യക്തി പറഞ്ഞു, സഹോദരനല്ലേ, കൊല്ലണ്ട, പൊട്ടക്കിണറ്റിലോട്ടിടാം. അങ്ങനെ പൊട്ടക്കിണറ്റിലോട്ടിട്ടു. ഹല്ലേലൂയ. പൊട്ടക്കിണറ്റിൽ ഇട്ടിട്ട് വീണ്ടും ആടുമേക്കുക. ആ സമയത്ത് നോക്കുമ്പോൾ മിസ്രൈമിൽ നിന്നുള്ള കച്ചവടക്കാർ അതുവഴി വരിക. സാമ്പ്രാണ തിരികളൊക്കെ വിൽക്കുന്ന കച്ചവടക്കാർ. ഇവരുടൻ തന്നെ പൊട്ടക്കിണറ്റിൽ കിടന്ന ജോസഫിനെ വലിച്ചു കയറ്റി ഇവർക്ക് വിറ്റ് കാശ് മേടിച്ചു. കണ്ടോ, ജോസഫിന്റെ വാഗ്ദത്തങ്ങളിൽ, ദൈവ സ്വപ്നത്തിലൂടെ ഇടപെട്ട വാഗ്ദത്തങ്ങളിൽ എത്തിച്ചേരാം ദൈവത്തിന്റെ പരിശുദ്ധാത്മ ജോസഫിനെ കടത്തിവിടുന്ന ഓരോ ഘട്ടങ്ങൾ. ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളുടെ വിളി വലുതാണോ, ഓരോ ഘട്ടങ്ങളിലൂടെ പരിശുദ്ധാത്മ കടത്തിവിടും. കടത്തിവിടുന്ന പരീക്ഷ ഘട്ടങ്ങളിൽ ജയത്തോടെ തരണം ചെയ്യാൻ തയ്യാറാണോ? നിന്റെ വാഗ്ദത്തത്തിന്റെ ശുഭ തുറമുഖത്ത് ദൈവം എത്തിക്കും. അടനം ചുടമനം ശാന്തേരി ഘടകസ്യ. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ പോകാം. പ്രിയപ്പെട്ടവരെ, ആ ജോസഫിന്റെ ജീവിതത്തിലെ ഘട്ടം ദൈവം കാണിച്ച ദർശനങ്ങളിലേക്ക് എത്തുവാൻ പൊട്ടക്കിണറ്റൊന്നും വലിച്ച് കച്ചവടക്കാർക്ക് സഹോദരങ്ങൾ വിറ്റു. അതിനുശേഷം കേസ് മേടിച്ചു. അവർ കൊണ്ടുപോയി അടിമ ചന്തയിൽ നിർത്തി അവിടെ വിൽക്കുന്നു. പൊത്തീഫർ എന്ന കൊട്ടാരത്തിൽ ജീവനക്കാർ അടിമയായിട്ട് വാങ്ങിക്കൊണ്ടുപോകുന്നു. ആമേൻ. വർഷങ്ങൾ അവിടെ അടിമ ജോലി ചെയ്യുക, ഒരടിമ ചെറുക്കനെ പോലെ. എങ്കിലും അവിടെ അടിമയായിട്ട് ജോലി ചെയ്യുന്നുവെങ്കിലും താൻ വിശ്വസ്തനെന്ന് കണ്ട് ഫറവോൻ ആമേൻ എല്ലാ കാര്യങ്ങൾ വിശ്വസ്തയുടെ ഏൽപ്പിക്കുക. ആ സമയത്ത് തന്നെ സ്ത്രീ വിഷയത്തിൽ ജയിലിലാക്കുവാൻ ആമേൻ ഒരു സഹോദരിയിലൂടെ പിശാച് പ്രവർത്തിച്ചു. എന്നാൽ നിരപരാധിയായ ജോസഫിന് ആമെ തെറ്റ് ചെയ്തില്ലെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർത്തു. അവനെ ജയിലിൽ അടയ്ക്കുകയാണ്. ആമേൻ. കണ്ടോ, താൻ വാഗ്ദത്തങ്ങളിലേക്ക് എത്തുവാൻ ഈ കണ്ട സ്വപ്നപ്രകാരം പരിശുദ്ധാത്മാവ് കൊണ്ടെത്തിക്കാൻ അവനെ കൊണ്ടുപോകുന്ന മേഖല, കൊണ്ടുപോകുന്ന ഘട്ടങ്ങൾ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആരോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെക്കാൾ ഒരു വലിയ വിളിയുണ്ടെങ്കിൽ, മറ്റുള്ളവരെക്കാൾ ഒരു വലിയ പ്രവചന ശുശ്രൂഷയുണ്ടെങ്കിൽ, മറ്റുള്ളവരെക്കാൾ രോഗശാന്തിയുടെ ശുശ്രൂഷയുണ്ടെങ്കിൽ, പ്രത്യേകമായ അഭിഷേകത്തിന്റെ നിറവ് നിന്നിലുണ്ടെങ്കിൽ, നിന്നെ വാഗ്ദത്തങ്ങളിൽ എത്തിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ ശോധനയുടെ ഘട്ടങ്ങളിലൂടെ നിന്നെ കൊണ്ടുപോകുമ്പോൾ നീ അവിടെ പരാജയപ്പെട്ടു പോകുവാൻ സ്വർഗത്തിൽ അപ്പൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഇതാ ജോസഫ് കിടക്കുന്നത് എവിടെയാ? ജയിലറയില. സ്ത്രീ വിഷയത്തിൽ പിടിക്കപ്പെട്ടു. 1 വർഷമൊന്നുമല്ല കിടന്ന്, കേട്ടോ പ്രിയപ്പെട്ടവരെ,
അവിടെ കിടക്കുമ്പോഴും ജോസഫിന് ഉറപ്പുണ്ട്, ദൈവമേ നീ എനിക്ക് കാണിച്ച ഒരു സ്വപ്നമുണ്ട്, ആ സ്വപ്നത്തിൽ എന്നെ കൊണ്ടെത്തിക്കും. പക്ഷെ ജോസഫിന് ഒരു പ്രതീക്ഷ ഇങ്ങോട്ട് വന്നു. ചില വർഷം കഴിഞ്ഞപ്പോൾ ഈ ജയിലിൽ 2 ജയിൽ പുള്ളികളെ കൂടെ തന്റെ റൂമിൽ കൊണ്ടിട്ടു. ആമേൻ. അവരിങ്ങനെ ഹല്ലേലൂയ ഒരു സ്വപ്നം കണ്ട് നിരാശപ്പെട്ടിരിക്കുമ്പോ ജോസഫ് ചോദിച്ചു, എന്തിനാ നിരാശപ്പെടുന്നത്? അവര് സ്വപ്നം പറഞ്ഞു. ജോസഫ് സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു. പിറ്റേ ദിവസം അതുപോലെ സംഭവിച്ചു. പാനപാത്രവാഹനെ തിരിച്ചെടുത്തു, അപ്പക്കാരെ പ്രമാണിയെ കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ ജോസഫിന് അപ്പോഴൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഈ പാനപാത്രവാഹകൻ എന്നെ ഓർക്കില്ല, മനുഷ്യൻ നിന്നെ ഓർക്കില്ല. നാം ചിലരെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ, ചിലരെയൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലേ. ഇന്ന് രാത്രി ആരോട് പരിശുദ്ധാത്മ പറയുന്നു, നീ ഭയങ്കര വിശ്വസ്തനായി ചിലരെയൊക്കെ നീ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ കഷ്ടതയുടെ തക്ക സമയത്ത് ആ വ്യക്തിയായിരിക്കും നിന്നെ തള്ളിക്കളയുന്നത്. എന്റെ അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്, ഈ വചനത്തിൽ നിന്ന്. ഹല്ലേലൂയ. എന്റെ അപ്പൻ നഷ്ടപ്പെട്ടപ്പോൾ എന്റെ മൂത്ത ബ്രദർ, മറ്റുള്ള സഹോദരങ്ങൾ എന്നെ അമ്മയെ ചേർത്ത് പിടിക്കുന്നവർ അവർ കൈയൊഴിഞ്ഞു. നമ്മളതുകൊണ്ട് മനുഷ്യനെ ഒരിക്കലും വിശ്വസിക്കണ്ട. നമുക്ക് ചില ഉറപ്പുണ്ട്, ഇന്നയാൾ എന്നെ സഹായിക്കും, എന്റെ വാർത്തയ്ക്ക് പോകുമ്പോ ഇന്നവരൊക്കെ ആമേൻ വെറുതെയാ. ദൈവവചനം അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരുടെ കരുണ തോന്നും. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ അപ്പനോട് നീ ചേർന്നിരിക്കും. ആ അപ്പനോട് നീ പറ, കർത്താവേ എന്റെ ഈ ഭൂമിയിലെ ജീവിതകാലം എങ്ങനെയാണ്, ആര് എന്ത് എല്ലാം നിനക്കറിയും. ഞാൻ ഒരു മനുഷ്യനെ പ്രതീക്ഷിക്കുന്നില്ല, നിങ്ങൾ ആരെയും പ്രതീക്ഷിക്കരുത് കേട്ടോ. നമ്മളെ നടത്തുന്ന സ്വർഗത്തിലപ്പന. ഇന്ന് രാത്രിയിൽ ആ ഹൃദയം കൊണ്ട് പറ, നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ പറ, കർത്താവെ മനുഷ്യനുള്ള ആശ്രയമല്ല, മനുഷ്യൻ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുക നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുക നല്ലത്. പാനപാത്രവാഹനോട് സ്വപ്നം വ്യാഖ്യാനിച്ചു അവൻ കയറിപ്പോയി. ഒരുപക്ഷെ ജോസഫിന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത വന്നു കാണും, ഇവനിലൂടെ ഞാനൊന്ന് പുറത്തു വരും. ഇല്ല, അതിനർത്ഥം എന്താ? നമ്മൾ ചിന്തിക്കും ചിലരൊക്കെ നമ്മെ ശുശ്രൂഷയിൽ ഇതിനെ കൈപിടിച്ച് പുറത്തു കൊണ്ടുവരുമെന്ന്. കൊണ്ടുവരില്ലെന്നേ. നമ്മൾ പ്രതീക്ഷിക്കണം, നമ്മളെ തള്ളി പുറത്താക്കുന്നല്ല. നിന്നെ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചവനായ ഉടയവനായ ദൈവം മനുഷ്യന്റെ കരം തള്ളി മാറ്റുമ്പോ ആ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്ന് നിന്നെ ചേർത്ത് പിടിക്കും. ഹതുരാനി ഘടകം ശാന്തേനിയം എനിക്കറിയാം, പൊതുവില ഞാൻ ഈ വചനത്തിലൂടെയും അനുഭവത്തിലൂടെയും ദൂത് പറഞ്ഞു പോകുന്നു കേട്ടോ. പൊതുവില ഞാൻ പറഞ്ഞു പോകുന്നത് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ. ഇന്ന് രാത്രി ഞാൻ ഈ വചനഭാഗം എടുത്തു എന്റെ അനുഭവത്തിലെ ചില കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തു. ഒരു വചനം ദൈവം എന്നോട് നിങ്ങളോട് ഇടപെട്ടാൽ ആ വചനത്തിനകത്തുകൂടെ കയറ്റി ഇറക്കി ശുഭതുറമത്ത് കൊണ്ടെത്തിക്കും. പക്ഷെ ആ കയറ്റി ഇറക്കുന്ന വേദനയാണ്. എന്റെ അപ്പന്റെ മരണം എനിക്ക് ഒട്ടും സഹിക്കാമേല. ആ വേദന ഞാൻ വർഷങ്ങളോളം ഉപവസിച്ച് പ്രാർത്ഥിച്ച എന്റെ വേദന മാറ്റിയത്. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് ഓർക്കുമ്പോ ദുഃഖമില്ല, എനിക്ക് വേദനയില്ല. കാരണം എന്റെ അപ്പൻ എന്നെ ആശ്വസിപ്പിച്ചു, സ്വർഗത്തിലപ്പൻ. എന്തിനാ? ഹല്ലേലൂയ. എന്നെ നിങ്ങളെ പുറത്തെടുക്കാൻ ചില വേദനയിലൂടെ കടത്തി വിടുമ്പോ ഹൃദയത്തിന്റെ ആഴത്തട്ടിൽ വേദന ഉണ്ടാകും, മുറിവുണ്ടാകും, ദുഃഖങ്ങൾ ഉണ്ടാകും. പക്ഷെ സ്വർഗത്തിൽ അപ്പൻ അതെല്ലാം ആശ്വസിപ്പിക്കും. അതാണ് അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്ന അപ്പനാണ്. ആമേൻ. പാനപാത്രവാഹനെങ്കിലും ഓർക്കുമെന്ന് ഒരു പ്രതീക്ഷ ജീവിതത്തിൽ ഉണ്ടായിന്നോ. വീണ്ടും വർഷങ്ങൾ ജയിലറെ കിടക്കുക. പക്ഷേ വിളിച്ച ദൈവം വിശ്വസ്തനാണ് കേട്ടോ. വിശ്വസ്തനായ ജോസഫിനെ സ്വർഗത്തിൽ അപ്പനോർത്തു. എന്നെയും നിങ്ങളെ ആരും ഓർക്കാതിരുന്നാലും വിളിച്ചവനായ ഉയരത്തിലെ ഉടയവനായ അപ്പൻ എന്നെയും നിങ്ങളെയും ഓർക്കും. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർക്ക് ഈ വചനപ്രകാരം സമർപ്പിക്കാൻ കഴിയും? നമ്മളെ ഓർക്കുന്ന ഒരു അപ്പനുണ്ട്, നമ്മോട് കരുണ തോന്നുന്ന ഒരു അപ്പനുണ്ട്. പ്രിയപ്പെട്ടവരെ, ചില വർഷം കഴിഞ്ഞപ്പോ ഫറവോനെ ദൈവം തൊട്ടു.
ഫറവോൻ ഒരു സ്വപ്നം കൊടുത്തു. ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആരും അറിയില്ല, സ്വപ്നം പറയാൻ ആർക്കും അറിയില്ല, അർത്ഥം പറയാൻ ആരും അറിയില്ല. അപ്പോഴാണ് വാനപാത്രവാഹൻ പറയുന്നത്, ഇങ്ങനെ ഒരുവൻ ജയിലറെ കടന്ന് എന്നോട് സ്വപ്നത്തെ പറഞ്ഞതെന്ന് അതുപോലെ രാജാവ് എന്നെ മടക്കി വിളിച്ചു. രാജാവ് പറഞ്ഞു അവനെ പെട്ടെന്ന് കൊണ്ടുവരാൻ. അങ്ങനെ തന്റെ വർഷങ്ങളോളം ജയിലറെ കിടന്ന ഒരു പ്രാകൃതനായി കാണും. തന്റെ ഡ്രസ് എല്ലാം കഴുകി വൃത്തിയാക്കി പുതിയ ഡ്രസ് ഇട്ടു, ആമേ ഷേവൊക്കെ ചെയ്തു, മുടിയൊക്കെ വെട്ടി, പൗഡറൊക്കെ ഇട്ടു. ഞാൻ എന്റെ ഭാവനെ പറയുക, കൊട്ടാരത്തിൽ രാജാവിന്റെ അടുക്കിൽ ചെന്ന് നിൽക്കാൻ ഒരു പദവി. ആമേ. ഫറവോൻ പറഞ്ഞ ഒരു സ്വപ്നം കണ്ടു മറന്നുപോയി, അർത്ഥം പറയണം, സ്വപ്നം പറയണം. പറഞ്ഞു ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ ഇടപെടുന്ന പോലെ പറയാൻ കഴിയൂ. ആമേ സ്വപ്നത്തെയും അർത്ഥത്തെയും പറഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ജോസഫ് പറഞ്ഞു പ്രാഗൽഭ്യമുള്ള ഒരുവന് അതിനുവേണ്ടി അധികാരിയായി നിർത്തുക. ദേശത്തിന് ക്ഷാമം വരികയാണ്, കഷ്ടം വരികയാണ്, ധാന്യങ്ങൾ ശേഖരിക്കും. ഫറവോൻ പറഞ്ഞു നിന്നെ അല്ലാതെ ദൈവാത്മാവുള്ളവൻ വേറെ ആരുണ്ട്? ആമേൻ. കണ്ടോ, ഒരു സ്വപ്നമോ വചനമോ വെളിപ്പാടോ ദൈവം തന്നിട്ട് അതിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കാൻ പരിശുദ്ധാത്മ എന്ത് ചെയ്യും? കർത്താവിന്റെ കയറ്റി ഇറക്കി. പക്ഷെ കയറ്റി ഇറക്കി കൊണ്ടുപോകുമ്പോൾ ചില വേദനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എങ്കിലേ വാഗ്ദത്തത്തിൽ എനിക്ക് നിനക്ക് എത്താൻ പറ്റുള്ളൂ, എത്താൻ കഴിയത്തുള്ളൂ. അല്ലാതെ ഇസ്രായേൽ ജനങ്ങൾ വാഗ്ദത്ത ദേശത്തിലേക്ക് യാത്ര ചെയ്തപ്പോൾ വഴിയിൽ വെള്ളം കിട്ടാതെ ഇറച്ചി കിട്ടാതെയൊക്കെ ഒന്ന് പിറുപിറുത്തിട്ട് അല്പസമയം മോശ ദൈവത്തോട് സംസാരിക്കാൻ പോയപ്പോ ജീവനുള്ള ദൈവം കൺമുമ്പിൽ അത്ഭുതം കാണിച്ചവരൊക്കെ വിഗ്രഹം ഉണ്ടാക്കി അതിനെ അങ്ങ് നമസ്കരിക്കുക. അപ്പൊ അവരൊക്കെ വഴിയിൽ എന്ത് ചെയ്തു? പട്ടുപോയി. എന്നോട് നിങ്ങളോട് ദൈവം പറഞ്ഞ ഒരു പ്രവചനമോ വെളിപ്പാടോ കയറ്റി ഇറക്കും. പരിശീലനത്തിലൂടെ ശോധനയിലൂടെ ഒന്ന് കയറി വരും, വീണ്ടും ഇറങ്ങും, ഒന്ന് കയറി വരും, വീണ്ടും ഇറങ്ങും. ഇങ്ങനെ കയറിയും ഇറങ്ങി സൂര്യമുഖത്തെത്താൻ കഴിയത്തുള്ളൂ. എന്റെ സമയം തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലും പറയാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചല്ല. എന്റെ ശബ്ദം എനിക്ക് ഒട്ടും എടുക്കാൻ കഴിയത്തില്ലായിരുന്നു. പക്ഷെ കർത്താവ് എന്നെ സഹായിച്ചു. 2 ദൈവശബ്ദം പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ അതിനുള്ള സമയമില്ല. ഞാൻ ഒറ്റ ദൈവശബ്ദമാണ് ഞാൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കരുണ തോന്നുന്നപ്പൻ വേദപുസ്തകത്തിൽ നിന്ന് ഒരു തെളിവ് ഞാൻ പറഞ്ഞു. ആ വചനാടിസ്ഥാനത്തിൽ എന്റെ അനുഭവത്തിന്റെ ഒരു തെളിവ് ഞാൻ പറഞ്ഞു. അതിനർത്ഥം എന്തെന്നറിയാമോ? ദൈവം എന്നോട് നിങ്ങളൊരു സ്വപ്നത്തിലൂടെ, പ്രവചനത്തിലൂടെ, വചനത്തിലൂടെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ദൈവാത്മാവ് കൊണ്ടെത്തിക്കും. ആമേൻ. പക്ഷെ നീ വിശ്വസ്തയോടെ നിന്നെ കയറ്റി ഇറക്കി കൊണ്ടുപോകുന്ന മേഖലയിൽ നീ പിറുപിറുത്തു പോയാൽ മരുഭൂമിയിൽ എത്തുന്നതിന് മുന്നേ ചിലരൊക്കെ വഴിയിൽ പെട്ടുപോയതുപോലെ, നശിച്ചു പോയതുപോലെ, മാമൻ ആ മരുഭൂമിയുടെ യാത്രയിൽ അത്ഭുതങ്ങൾ കണ്ടും ആമൻ ചെങ്കടൽ 2ആയി കീറി മുറിച്ചിട്ട് അതിനകത്ത് വഴി തുറന്ന് മോശ അപ്പുറത്ത് കൊണ്ടുപോയി. മുന്നോട്ട് പോകുമ്പോ അവർക്ക് വിശക്കുകയാണ്, നിലവിളിക്കുകയാണ്. മന്നയും കാടപ്പക്ഷിയും കൺമുമ്പിൽ ആമെ പൊഴിഞ്ഞു വീണ് കഴിച്ച് ആമേൻ കാലം വായിലിരിക്കുമ്പോ തന്നെ ഞങ്ങളെ കൊല്ലാനാണ് കൊണ്ടുവന്ന മോശ എന്ന് പറഞ്ഞു പിറുപിറുത്തവരാണ് കനാദേശത്ത് എത്തിയില്ല കേട്ടോ. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറാത്തവനാണ്. നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടോ? നിന്നെ പരിശീലിപ്പിച്ച് തന്നെ എത്തിക്കും. ഹല്ലേലൂയ. പട്ടിണി എന്തെന്ന് നിന്നെ പഠിപ്പിക്കും, ഒറ്റപ്പെടൽ എന്തെന്ന് നിന്നെ പഠിപ്പിക്കും, വേദന എന്തെന്ന് നിന്നെ പഠിപ്പിക്കും. പല പരീക്ഷ മേഖലയിലൂടെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, മമേ താഴ്ന്നു മലയിലോട്ട് കയറി വീണ്ടും ഇറങ്ങി മലയിലോട്ട് കയറി, ഇങ്ങനെ തന്നെ ശുഭതുറമുഖത്തെത്താൻ കഴിയത്തുള്ളൂ. ഈ കയറി ഇറങ്ങി പോകുന്ന യാത്രയുടെ നടുവിൽ പിറുപിറുത്താൽ അവിടെ ഇരിക്കും. ഇസ്രായേൽ ജനം പിന്നെ കനാൻ ദേശത്ത് എത്തിയില്ല. എല്ലാവരും എത്തിയില്ല കേട്ടോ. പിറുപിറുത്തവരൊക്കെ പട്ടുപോയി.
അല്പസമയം ഇടുമെന്ന മോശ ദൈവത്തോട് സംസാരിക്കാൻ പോയപ്പോ ഇവരെല്ലാം കൂടെ കരത്തിലുണ്ടെന്ന സ്വർണമെടുത്ത് ഇതിനെയൊക്കെ ഉരുക്കി പറക്കി വിഗ്രഹം ഉണ്ടാക്കി അതിനെ അങ്ങ് സേവിച്ചു. ഇതാണ് ദൈവം. കണ്ടു, അവരുടെ കണ്ണങ്ങ് അടഞ്ഞു. അല്പസമയം മധ്യസ്ഥ ചെയ്യുന്ന ആളില്ലായിരുന്നപ്പോൾ കണ്ടു, പരീക്ഷകൾ ഉണ്ട് കേട്ടോ. പക്ഷെ ദൈവം കടത്തി വിടുമ്പോ നീ അവിടെ ഒന്നും പതറിപ്പോകാതെ ഇരുന്ന നിന്റെ വാഗ്ദത്ത നാട്ടിൽ എത്തിക്കുമെന്ന് പറഞ്ഞ ആ ഉയരത്തിലെ ഉടയവനായ അപ്പൻ നമ്മോട് കരുണ തോന്നുന്ന അപ്പനാണ്. നിന്നെ വാഗ്ദത്ത ശുഭ തുറമുഖത്തെത്തിക്കും. ഹതുരം ദുരപ്രമാണികൾ ശ്വസി. രണ്ട് തെളിവ്, രണ്ട് വചനാടിസ്ഥാനം ഞാൻ പറഞ്ഞു. പക്ഷേ ഒന്നേ എനിക്ക് പങ്കുവയ്ക്കാൻ ടൈമുള്ളൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒന്നെല്ലാവരും സമർപ്പിച്ചേ. ഞാൻ എടുത്തു പറഞ്ഞുവല്ലോ, ദൈവം എന്നോട് 2007 4 മാസം ഇടപെട്ട വചനമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഈ വചനം സ്പർശിച്ചു? എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ സ്വർഗീയ പിതാവിനോട് പറയട്ടോ. ഇന്ന് വ്യക്തിപരമായി ഞാൻ ദൂത് പറയാൻ നിൽക്കുന്നില്ല. പൊതുവില് ഈ വചനത്തിലൂടെ അനുഭവത്തിലൂടെ പൊതുവിലങ്ങ് പങ്കുവെച്ചു. ഇന്ന് രാത്രി പറയപ്പാ, ആ ഉയരത്തിൽ അപ്പനോട് ഞാൻ ചേർന്നിരിക്കുക. ആർക്കും എന്നോട് കരുണ തോന്നിയില്ലെങ്കിലും ആ ഉയരത്തിൽ അപ്പൻ എന്നോട് കരുണ തോന്നുന്നതിനായി സ്തോത്രം. അപ്പൊ പല മേഖലയിലൂടെ ഞാൻ ഒറ്റപ്പെട്ട് കടന്നു വന്നിട്ടുണ്ട്. പല മേഖലയിലൂടെ ഞാൻ നിന്ദകളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇതുവരെ എത്തിച്ചേർന്ന നിന്റെ കൃപയാണപ്പാ. ആ ഒരു ദൈവ ശബ്ദമാണപ്പാ. ആ ഒരു വിളിയാണപ്പാ. പറ കർത്താവേ, ഈ വിശ്വാസ ജീവിതത്തിൽ ഏതു മേഖലയിലൂടെ നീ എന്നെ കടത്തിവിട്ടാലും പതറിപ്പോകാതെ എന്റെ വാഗ്ദത്ത ശുഭ തുറമുഖത്തെത്തുന്നത് വരെ വിശ്വാസ ജീവിതത്തിൽ അടിപതരാതെ ജയത്തോടെ മുന്നേറുവാൻ എന്റെ സ്വർഗത്തിലപ്പാ നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാട്ട് അടനം ചുടമനം ഹത്തുരാധനാര്യം. കർത്താവേ, ബിന്ദു ബൈജുന ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ഫാമിലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഹന്തരേ ധനാരഗച്ഛസ്യ. പല അനുഭവങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് ദൈവാത്മാവ് പറയുന്നു. പക്ഷെ ഭാരപ്പെടേണ്ട കേട്ടോ. ഒരു സ്വർഗത്തിൽ അപ്പൻ വഴി നടത്തിയതുപോലെ പ്രിയ സഹോദരി, ദൈവം നിന്നെ വഴി നടത്തും. പ്രിയ ആന്റി, നിന്നെ അത്ഭുതകരമായി വഴി നടത്തും. ഹല്ലേലൂയ. അനിത TS എന്ന് പറയുന്ന ഡിവേഴ്സിൽ ആന്റിയോട് പറയുന്നു, ഒരപ്പന് മക്കളോട് കരുണ തോന്നിയതുപോലെ ആ സ്വർഗത്തിലെ ഉടയവൻ അപ്പൻ നിന്നെ വഴി നടത്തും കേട്ടോ. ഇതുവരെ നിന്നെ കൊണ്ടെത്തിച്ചത് സ്വർഗത്തിലെ അപ്പനല്ലേ. അടനം ചുടവനം ഹത്തരം ധരാധനം. ഈ ദിവസങ്ങൾ ചില വിഷയത്തിൽ നീ കരയുകയാണ്. നീ അപ്പനോട് കരയി. നിനക്ക് മറുപടി വരും കേട്ടോ. ഏതൊക്കെ വേദനയിലൂടെ നീ കടന്നു പോകുന്നു ദൈവാത്മാവ് പറയുന്നു. ഏതൊക്കെ മേഖല ആരൊക്കെ നിന്നെ ചേർത്ത് പിടിക്കേണ്ട സ്ഥാനത്ത് പല മേഖലയിൽ നീ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ദൈവാത്മാവ് പറയുന്നു. ഇന്ന് രാത്രി നീ സ്വർഗത്തിലെ പിതാവായ അപ്പനോട് പറ, അപ്പ നീ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് എന്റെ വിശ്വാസ ജീവിതത്തിൽ കടന്നു പോയ പ്രതികൂല മേഖലയിൽ ഞാൻ തളർന്നു പോകുവാൻ എന്റെ സ്വർഗത്തിൽ അപ്പനെ അനുവദിച്ചില്ല. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാൻ. ജോയി, ദൈവാത്മാ പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ ചില ശോധനകളിലൂടെ നീ ഇനിയും കടന്നു പോകും. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, അവിടെ നീ തളർന്നു പോകുകയില്ല. നിനക്കൊരു ശുഭതുറമുഖമുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. എന്ന് പറയുന്ന സുരേഷ് എന്ന് പറയുന്ന ഡിവേഴ്സിലെ പ്രിയ മകളോട് പറയുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ. ആകാശത്തിലെ പറവുകളെ നോക്കുവന് വിതയ്ക്കുന്ന കൊയ്യുന്നില്ല, അത് കളപ്പുരെ കൂട്ടുന്നതുമില്ല. എന്നാൽ അന്നുള്ള തന്നു പോഷിക്കുന്ന സ്വർഗത്തിലെ പ്രിയ സഹോദരി, നീ ഒന്നിനെ കുറിച്ച് ഭാരപ്പെടേണ്ട കേട്ടോ. നീ ചില ഞെരുക്കങ്ങളോ പ്രയാസങ്ങളിലൂടെ കടന്നുപോയാലും നിന്നെ കാണുന്ന ഒരു ഉടയവനായ അപ്പൻ സ്വർഗത്തിൽ ഉണ്ടെന്ന് ദൈവാത്മാവ് നിന്നോട് ആലോചന പറയുന്നു. നീ രഹസ്യമായി ദൈവത്തോട്, സ്വർഗത്തിലെ പിതാവിനോട് നീ കരയുന്ന ചില വിഷയത്തിന് ഈ വർഷം അവസാനിക്കും മുന്നമേ നിനക്കൊരു മറുപടി കിട്ടുമെന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. ലിൻസി സാം എന്ന് പറയുന്ന ഡിവേഴ്സില് സഹോദരിയുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, കണ്ണുനീർ തൂകുമ്പോ മനസ്സലിയുന്നപ്പനാണ്. നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ കണ്ണുനീരുകൾക്കും നിനക്കൊരു മറുപടി കിട്ടുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചന പറയുന്നു. ജൂലി,
ഞമേ വർഗീസ് എന്ന് പറയുന്ന ഡിവൈസിലെ സഹോദരിയുടെ ദൈവാത്മ പറയുന്നു, ആമേൻ ഹല്ലേലൂയ, റോക്കോ ഷിയാലബ, ആമേൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോ നീ എനിക്ക് വിശാലത വരുത്തി. ചില ഞെരുക്കങ്ങളോ ബുദ്ധിമുട്ടുകളോ നിന്റെ ജീവിതത്തിന്റെ മണ്ഡലങ്ങൾ ആഞ്ഞടിച്ചാലും നീ ഭാരപ്പെട്ടു പോകേണ്ട, നിന്നെ കാണുന്ന ഒരു അപ്പൻ സ്വർഗത്തിലുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ആലോചന പറയുന്നു. ആമേ ഹല്ലേലൂയ. മീര എന്ന് പറയുന്ന ഹല്ലേലൂയ, ആമേ ഡിവൈസിലെ സഹോദരിയുടെ പരിശുദ്ധാത്മ പറയുന്നു, ശാന്തന, ആമേ കരീത് തോട്ടിലായിരുന്ന ഏലിയാവിനെ നടത്തിയതുപോലെ ചില മണ്ഡലങ്ങൾ, ചില ഹാലല് വറ്റിപ്പോകുന്ന അനുഭവങ്ങൾ, പ്രതീക്ഷിക്കുന്ന ചില കരങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ നിനക്ക് ലഭിച്ചില്ലെങ്കിലും ഉയരത്തിലെ ഉടയവനായ അപ്പനോട് നീ ചേർന്നിരിക്കുക. അന്നുള്ള തന്ന് നിന്നെ പോഷിപ്പിക്കുന്ന അപ്പനാണ്. മേരിക്കുട്ടി, ശാമുവേൽ, ഉടന, സാലനന, നീ പ്രാർത്ഥനയിൽ ചേർന്നിരുന്നാൽ മതി കേട്ടോ. നിന്റെ സകല കാര്യങ്ങൾ അറിയുന്ന ഒരപ്പനുണ്ട്. മിനി സണ്ണി ഹാലലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു, ഓരോ ദിനങ്ങളും നിങ്ങൾ അത്ഭുതകരമായി നടത്തുന്ന അപ്പനോട് ഇനി നീ ചേർന്നിരിക്കുക. നിങ്ങളുടെ വാക്തത്വങ്ങളെ സുഖ തുറമുഖത്ത് ഇനി എത്തേണ്ടതുണ്ട്. ആമേൻ. എന്നാൽ ഹാലെ പതറിപ്പോകേണ്ടെന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. ഹാലൂയ. മിനി വീനു എന്ന് പറയുന്ന ഡിവൈസില് സഹോദരോട് പറയുന്നു, ഹന്തുര ധനാരഗച്ഛസി അടനം ചുടമന ഹാദം ദുരപ്രമാനിയ. പലപ്പോഴും കരത്തിലോട്ട് വരുന്ന നന്മ ചിതറിപ്പോകുന്നത് പോലെ, എന്നാൽ പരിശുദ്ധാത്മ രാത്രി പറയുന്നു, ഉയരത്തിൽ അപ്പനായ ഉടയവനായ ദൈവം നിനക്ക് ഈ ഭൂമിയിൽ നിനക്ക് നിന്റെ കുടുംബത്തിന് ആവശ്യമായത് അതത് സമയത്ത് നിന്റെ ഭവനത്തിൽ വന്നു ചേരും. നീ പ്രാർത്ഥനയിൽ തന്നെ ഉറ്റിരിക്കുവാൻ ദൈവാത്മാവ് ആലോചന പറയുന്നു. ഹത്തുരേരി ഘടകം ലേമനം സേരികത്വം ദുരപ്രമന ഓമന ആൻസി എന്ന് പറയുന്ന ഡിവൈസിലെ മകളെ, ഇന്ന് രാത്രിയിൽ ഒരു അത്ഭുത സൗഖ്യം നിന്റെ ശരീര മേഖലകളിൽ വെളിപ്പെടുന്നു. ഹന്തരം ധനദൂരം ഔഷിയ ലേന സേലികട്ടി അന്തസ്തുര സാധ്യമല്ല എന്ന് പറയുന്ന മേഖലയിൽ നിന്റെ ശരീര മണ്ഡലത്തിൽ ആഴമായ ചില രോഗസൗഖ്യം ശരീര മേഖലയിൽ വെളിപ്പെടുകയാണ്. കരയുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപസിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവപ്രവൃത്തി വെളിപ്പെട ശരീരമണ്ഡലങ്ങളിൽ ചില രോഗത്തിന്റെ മണ്ഡലങ്ങൾ ദുഷ്ടനായിട്ട് പലപ്പോഴും നിന്നെ ഭാരപ്പെടുത്തുന്ന രോഗമണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഷീജ ഷിബി ആമേ റോക്കോ സിയാല ദേരി അസ്തന. നീ വിശ്വാസ ജീവിതത്തെ മുറുകെ പിടിക്കുക. ഹല്ലേലൂയ. ഒരിക്കലും നീ അമ്മേ ഭാരപ്പെടേണ്ട, വിശ്വസിക്കേണ്ട. നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. എന്തേ ദൈവമേ, എന്റെ പ്രാർത്ഥന എന്താ തടയപ്പെടുന്നത്? ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലല്ലോ എന്ന് പലപ്പോഴും ഉള്ളിൽ നിന്ന് അവിശ്വാസമല്ല, ഒരു തേങ്ങലാണ്. ദൈവാത്മാ പറയും, നിന്റെ തേങ്ങലുകളെ കാണുന്ന ഉയരത്തില് അപ്പനായ ഉടയവനാണ്. റോക്കോ ഷിയാലബേരിയ ആദം ദുരദൂര ശാരകസ്ഥിരീതമന ആമേ ഷീജ ഹല്ലേലൂയ. ആമേ ദൈവത്തിന്റെ പരിശുദ്ധൻ പറയുന്ന ഒരു പ്രാർത്ഥനയുടെ പുതപ്പ് നിന്നിൽ വീണിട്ടുണ്ട്. ആ പുതപ്പിൽ ആമേ നീ പിടിച്ചോ. എലിശ പ്രവാചകന്റെ ശിഷ്യനായ എലിശ പറഞ്ഞു, ഹല്ലേലൂയ, എന്റെ ദൈവമേ, ഒരു ഇരട്ടി പങ്കരിക്കു വേണം. നിന്നിൽ ഒരു പ്രാർത്ഥനയുടെ പുതപ്പ് വീണിട്ടുണ്ട്. നീ ആ പ്രാർത്ഥനയിൽ ഒന്ന് കയറിക്കോ കേട്ടോ. അടനം ചുടമനം ഹത്തരം ദുരപ്രമാനിയം ലേമനം സോരഹത്തനം സ്മിതാബിനു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. പല മണ്ഡലങ്ങളിലൂടെ നീ കടന്നുപോയിട്ടുള്ള വ്യക്തിത്വമാണ്. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, ഏത് മേഖലയിൽ കൂടെ കടന്നുപോയാലും നീ ഭാരപ്പെടേണ്ട. കർത്താവിന് നിന്നെ നിന്റെ കുടുംബത്തെയും കുറിച്ച് ഒരു പദ്ധതിയുണ്ടെന്നോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ആമേ റോക്കോനി അസ്മനാനി. ആമേന്റെ സമയം തീരാറായല്ലോ, ഞാൻ നിർത്തുകയാണ്. ദൈവമേ, ഒരുമിച്ച് ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന വ്യക്തിപരമായി ഇടപെട്ടവർ വചനത്തിലൂടെ എല്ലാവരോട് ഹല്ലേലൂയ, എല്ലാവരെയും നിന്റെ കരങ്ങളേൽപ്പിക്കുന്ന അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നപ്പ ഈ ഭൂമിയിൽ ആര് തന്നെ കൈവിട്ടാലും കൈവിടാത്തൊരു ഉടയവൻ സ്വർഗത്തിലുണ്ടെന്നൊരു ഉറപ്പ് ഇന്ന് രാത്രി വചനത്തിലൂടെ ഒന്നുകൂടെ സാക്ഷ്യത്തിലൂടെ നിന്റെ മക്കളെ ഉറപ്പിച്ചുവല്ലോ. ഏതൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെ കടന്നുപോയാലും വാഗ്ദത്ത ശുഭ തുറമുഖെത്തുന്നവരെ പതറിപ്പോകാതെ ജയത്തോടെ മുന്നേറുവാൻ ദൈവത്തിന്റെ ആത്മാവെ ജനത്തെ അനുഗ്രഹിക്കണം. ആരെങ്കിലും രോഗികളായിരിക്കുന്നവർ, ഇവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നവർ, രോഗശക്തികൾ വിട്ടുപോകട്ടെ. സാമ്പത്തികമായി ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നവർ സാമ്പത്തിക വഴികൾ തുറക്കട്ടെ. അല്ലെങ്കിൽ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. തലമുറകൾക്ക് ഭാവി ലഭിക്കട്ടെ, ജോലി ലഭിക്കട്ടെ. തലമുറകൾ വിവാഹം കഴിഞ്ഞിട്ടും കുഞ്ഞു തലമുറ കിട്ടാത്തവർക്കായി പ്രാർത്ഥിക്കുന്നവർ കുഞ്ഞു തലമുറകളെ ലഭിക്കട്ടെ. ആരെങ്കിലും വളരെ ക്ഷീണാവസ്ഥയിലായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ.
പരിശുദ്ധാത്മാവ് ആരെങ്കിലും ഭവനങ്ങൾ പണിയുന്നുവെങ്കിൽ ആ ഭവന പണികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ മേഖലയിൽ ഒരു പ്രാർത്ഥിക്കുന്നു അതെല്ലാം തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഈ ഗ്രൂപ്പിനായി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, സംഘാടകർക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് ഞങ്ങളുടെ ഇടപെട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ.